ഞാനേ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞല്ലോ എൻ്റെ ലൈഫിൻ്റെ കേസുകളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കാൻ പറ്റിയ ടീമൊക്കെ കേട്ടിരിക്കുക. കേൾക്കാൻ പറ്റിയ ടീം സ്ക്രിപ്റ്റ് പോകാന്നല്ലോ വേറൊന്നല്ല. ഞാൻ ഡൈവോഴ്സ് ആയതിൻ്റെ കേസും ബ്രേക്കപ്പും അതിൻ്റെ കേസും രണ്ടും ഒന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കേസ് പറയാം. ചെറിയ വിഷമമൊക്കെ ഉണ്ട് പറയാൻ തന്നെ. പിന്നെ ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഡൈവോഴ്സ് ആയപ്പോൾ എല്ലാവരും പലരും പറയുന്നുണ്ട് നിൻ്റെ കുറവുകൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലിംഗ് ആണത്. പക്ഷേ നമ്മുടെ കുറവുകൊണ്ടാണ് പോയത് പറയുമ്പോൾ തന്നെ. പശു ആണെങ്കിൽ നമുക്ക് കെട്ടിയിടാം, പട്ടിയാണെങ്കിൽ നമുക്ക് കെട്ടിയിടാം, മനുഷ്യന്മാരെ കെട്ടിടാൻ പറ്റും, നമുക്ക് പറ്റൂല. നമ്മളോരോ മനസ്സ് പറിച്ചു വാങ്ങാൻ നല്ലത് ഒരു കണ്ടറിഞ്ഞ് തരികയാണെങ്കിൽ നമുക്ക് ഹാപ്പിയായി ജീവിക്കാൻ പറ്റും. കാര്യം മനസ്സിലായി നിങ്ങൾക്ക്? അതുകൊണ്ട് നമുക്ക് ഒരാളുടെ മനസ്സ് നമുക്ക് പറിച്ചു വാങ്ങാൻ പറ്റില്ല. ഞാൻ അങ്ങനത്തെ ആളല്ല, ഒരാളുടെ മനസ്സ് പറിച്ചു വാങ്ങാൻ ആളല്ല. ആള് നമുക്ക് തരികയാണെങ്കിൽ ഞാൻ സ്വീകരിക്കും, നല്ല മനസ്സാണെങ്കിൽ. അങ്ങനല്ല എനിക്ക് തന്നത് ലൈഫിൽ മൊത്തം. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഓൺലൈനിലാണ് ഇവളെ കണ്ടുമുട്ടിയത്. ഞാൻ ഇവളെ കുറ്റങ്ങൾ പറയില്ല കേട്ടോ. ഞാൻ ഒരുപാട് പേര് പറയുന്നുണ്ട് എന്താണ് ഡൈവോഴ്സ് അതിൻ്റെ കേസ് എന്താണ്, നിൻ്റെ കുറവുകൊണ്ടാണോ, അങ്ങനല്ല പലരും പല വാക്കുകൾ പറയുന്നുണ്ട്. ഞാനൊന്നും അന്ന് സീരിയസ് കണക്കൂട്ടുന്നില്ല. എന്നാൽ പിന്നെ എന്തായാലും ഈ കേസ് യൂട്യൂബിൽ പറഞ്ഞാലോ ആലോചിച്ചു ഞാൻ. അതുകൊണ്ടാണ് എല്ലാവരും അറിയണ സംഭവം. നമ്മളിപ്പോൾ ഒരു പെണ്ണാണ് പോയി കഴിഞ്ഞാൽ എല്ലാം പറയും ചെക്കൻ്റെ കുറവുകൊണ്ടാണ് പോയത്, ചെക്കന് കുതിരയുടെ ഉണ്ടായതുകൊണ്ടാണ് പോയത്. അങ്ങനെ പല ഒരു നെഗറ്റീവ് നമുക്ക് വീട്ടിലുണ്ട്. സത്യം എന്താ ആർക്കും അറിയില്ല. അപ്പോൾ സത്യം അറിയണം. എന്തുകൊണ്ടാണ് ഞാൻ ഡൈവോഴ്സ് ആയതും എന്തുകൊണ്ടാണ് ഇത്ര പ്രശ്നങ്ങളായതും ഒക്കെ എല്ലാവരും അറിയണം. എനിക്ക് കുറവായിട്ട് ഞാൻ കാണുന്നില്ല. ഇതിപ്പോൾ ഞാൻ നാണക്കേടുണ്ട് അത് പറയാൻ തന്നെ. അങ്ങനെ പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ലൈഫിലൊക്കെ നാണക്കേടൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയുന്നത് മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് പറയണം. സോഷ്യൽ മീഡിയയിൽ പറഞ്ഞില്ലെങ്കിൽ അത് ഞാനൊരു തെറ്റ് പോയി എന്നല്ലേ വിചാരിക്കും, മോശം ആളാണെന്ന് വിചാരിക്കില്ല. അതുകൊണ്ട് എനിക്ക് തിരുത്തണത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഓൺലൈനിലാണ് കാണുന്നത്. ഓൺലൈൻ പറയുമ്പോൾ ഷെയർ ചാറ്റ് ആപ്പാണ്. ചിലർക്ക് അറിയാം ഈ ഷെയർ ചാറ്റ് പറഞ്ഞ ആപ്പ് അതാണ്. എസ് എന്ന് പറയാൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ 2019 കൊറോണ കഴിയാനാകുമ്പോൾ ഇറങ്ങിയ ഒരു ആപ്പായിരുന്നത്. പക്ഷേ ഇത് ആപ്പ് മുന്നേ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരു ചാറ്റ് റൂമുണ്ട്. അത് ആ ടൈമിലാണ് ഓപ്പൺ ആയത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ എൻ്റെ ഫ്രണ്ടാണ് കയറ്റിയത്. അതിൽ കയറി ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടായിമേ സംസാരിച്ചു. അതിലൊരു പെൺകോച്ചിനായിട്ട് എനിക്ക് ഇഷ്ടമായി. ബാലുശ്ശേരിയിലൊരു പെൺകോച്ചിനെ എനിക്ക് ഇഷ്ടമായി. അതെല്ലാവർക്കും അറിയാം കേട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ അറിയാം. അത് ബ്രേക്കപ്പായി. ആ ബ്രേക്കപ്പിൽ തലയ്ക്ക് വട്ടായി നിൽക്കുന്ന ടൈമിലാണ് വേറൊരു പെൺകോച്ചി വന്ന് പ്രപ്പോസ് ചെയ്തത്. പ്രപ്പോസ് നമുക്ക് ഒരുപാട് വരുന്നുണ്ട്. ശരി, അതൊക്കെ ബ്രേക്കപ്പായി. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. അതിൽ ഞാൻ ഓൺലൈനിൽ കൂട്ടി. പക്ഷെ നമ്മളിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ആളുകൾ കാണുമല്ലോ. അതേമാതിരി നമ്മളെ ഗ്രൂപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഒരുപാട് പേര് വരാൻ വേണ്ടി ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്തു. ഷെയറിങ് ചെയ്തപ്പോൾ ആ ഇടയിൽ ഒരു പെൺകൊച്ച് വന്നു. നമ്മൾ ആര് വരികയാണെങ്കിൽ സ്നേഹപുറത്ത് നമ്മൾ അതിൻ്റെ കൊച്ച് കയറ്, എൻ്റെ കളിപ്പിൽ കയറ്, അങ്ങനെയൊക്കെ നമ്മൾ പറയും, സ്നേഹപുറത്ത് പറയും. പക്ഷേ ഞാനാ പറഞ്ഞപ്പോൾ ഭയങ്കര ഫീലിംഗ്. അവൾ മേലെ കയറിയിരുന്നു, സംസാരിച്ചു. ഇവളെല്ലാ ദിവസവും ഗ്രൂപ്പിൽ വരലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പാക്കി. മെസ്സേജും അങ്ങനെയൊക്കെ ആയി, വീഡിയോ കോളെല്ലാം ആയി. പിന്നെ ഞങ്ങൾ രണ്ടാളും പേഴ്സണലായി മെസ്സേജ് അയച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ വർക്ക് അലൈൻമെൻറ്റ് ടെക്നിക്കായിരുന്നു. ഈ കാറിൻ്റെ അലൈൻമെൻറ്റ് വർക്കായിരുന്നു എൻ്റെ വർക്ക്. ആ ടൈമിൽ ചുങ്കത്ര നിൽക്കുന്ന ടൈമിലാണ് ഞാൻ വിളിക്കണം, വീഡിയോ കോൾ ചെയ്യണതും. അപ്പോൾ എൻ്റെ 2 കൂട്ടന്മാർ ആലുവയ്ക്ക് ബ്രെഡ് കമ്പനി ഇല്ലേ, നമ്മൾ തിന്നുന്ന ബ്രെഡ്, അവിടെ ജോലിക്ക് കയറിയത്. അപ്പോൾ അവിടെ വേക്കൻസി ഉണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ അവിടെ നിന്ന് നല്ലൊരു ജോലിയാണ് എനിക്ക് ഉണ്ടായത്. 400 രൂപ ആണെങ്കിലും ജീവിച്ചു പോകാനാ മതിയായിരുന്നു നമുക്ക് ലൈഫിൽ. സത്യം പറയാൻ ജോലി ഒഴിവാക്കിയ ഭയങ്കര നഷ്ടം എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ ജോലി ഒഴിവാക്കിയിട്ട് നേരെ ആലുവയ്ക്ക് വന്നു. അപ്പോഴും ഞാൻ ആ ടൈമിലും ഞാൻ ഈ പെൺകോച്ചായിട്ട് വീലിങ്ങനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആലുവയ്ക്ക് വരുന്ന ടൈമിൽ ഇവിടെ പറഞ്ഞു ഒന്നൊരു കാഞ്ച് നിങ്ങൾ വീട്ടിലേക്ക് വാ, എന്നെ കണ്ടു പോവാറുണ്ട്. രാത്രിയാണ് ഉണ്ടായിരുന്നു. ഞാൻ അവളെ കാണാൻ പോയി. അവളെ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു. അച്ഛൻ എനിക്ക് ഇഷ്ടമായിട്ടോ. അവളെ അച്ഛനും അവളെ ഭയങ്കര ഇഷ്ടമായി. അത്ര നല്ല കെയറിങ് ആയിട്ടാണ് സംസാരിക്കുന്നതും. ഒരു മോശമായിട്ടൊരു കമൻറ്റോ കാര്യങ്ങളോ എന്നോട് പറയുന്നില്ല. നല്ല അവിടെ വന്ന് ചായ, ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നു. അച്ഛൻ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു. ഇവളെ ഒരു കെട്ട് കഴിഞ്ഞതാണ്, ഡൈവോഴ്സ് ആയിട്ടില്ല, പക്ഷേ ഓനെ ഒഴിവാക്കി പോയതാണ്. ഇവൾക്ക് താല്പര്യമില്ല ജീവിക്കാനായിട്ട് ഓൻ്റെ ഒപ്പം. അപ്പോൾ ഡൈവോഴ്സ് കിട്ടണമെങ്കിൽ കുറച്ച് മാസങ്ങൾ പിടിക്കും, കുറച്ച് വർഷങ്ങൾ പിടിക്കും പറഞ്ഞു.
അപ്പോൾ അത് കിട്ടിയ ശേഷം ഞാൻ എന്തായാലും മകളെ എനിക്ക് കെട്ടിച്ചു തരാം. പിന്നെ കെട്ടിച്ചു തരുമ്പോൾ നീ പൊന്നു പണ്ടം വേണ്ടതായിരുന്നു. അത് അച്ഛൻ്റെ മര്യാദയായിരുന്നു അങ്ങനെ പറഞ്ഞത്. എനിക്ക് ഇഷ്ടമായ വാക്കുകൾ. പിന്നെ ഞാൻ ഓളെ ബാക്ക്ഗ്രൗണ്ട് വല്ലതും നോക്കിയതൊന്നുമില്ല. കുഞ്ഞു വീടായിരുന്നു. അത്യാവശ്യം വലിയ വീടാണ്, എന്നാലും അത്യാവശ്യം റിച്ചൊന്നുമല്ല, എന്നാലും പാവപ്പെട്ട വീടാണ്, ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫാദറിനോട് പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം ചെയ്യും, എനിക്ക് പഞ്ഞും പണ്ടൊന്നും വേണ്ട, ഞാൻ അവളെ കൊണ്ടേക്കൊണ്ട് അവളെ ഞാൻ പൊന്നിനെ നോക്കിക്കൊണ്ട് എനിക്ക് പൊന്നു പണ്ടം കണ്ട് ഞാൻ അവളെ മോളെ കണ്ടിട്ടില്ല. ഞാൻ അവളെ മനസ്സും അത് കണ്ടല്ലോ. അങ്ങനെ ഞാൻ എന്നിട്ട് അങ്ങനെ പറഞ്ഞ് ഞാൻ ഫുഡും കഴിച്ച് ഞാൻ ആ രാത്രി ഞാൻ ഇറങ്ങി അവിടെ നിന്ന്. ഞാൻ ജോലി സ്ഥലത്ത് വന്ന് പിറ്റേ ദിവസം രാവിലെ നീച്ച് ഞാൻ എന്തേട്ടി അവളെ വിളിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് ആലപ്പുഴ ബീച്ചിൽ പോകലായിരുന്നു. എന്നാൽ പോവാന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ആലപ്പുഴ ബീച്ചിലേക്ക് വണ്ടി എടുത്ത് ഞാൻ പോന്നു. അവളെ പിക്ക് ചെയ്ത് നേരെ ആലപ്പുഴ ബീച്ചിൽ പോയി അവിടെ ഫുള്ളും കറങ്ങി. ആ പിറ്റേ ദിവസം ആലപ്പുഴ ബീച്ചിൽ പോയതിൻ്റെ പിറ്റേ ദിവസമാണ് എൻ്റെ പെങ്ങളുടെ കല്യാണം. വെച്ചാൽ എൻ്റെ പാപ്പൻ്റെ മോളെ കല്യാണത്തിന് ഞാൻ പോയിട്ടില്ലായിരുന്നു. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പോകാൻ പറ്റിയില്ല, ഞാൻ ആലുവല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കേസും കൂടുതൽ ആർക്കും അറിയില്ല. അപ്പോൾ ഞാൻ ആലപ്പുഴയിൽ പോയിട്ട് ഞാൻ പിക്കൊക്കെ എടുത്ത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടു. ഇൻസ്റ്റയിലും വാട്സപ്പിലും ഞാൻ ഒളിച്ചോടിയാണ് തമാശക്ക് ഒരു ഫ്രാങ്കായിട്ട് ഇട്ടാണ്. എൻ്റെ ഫ്രണ്ട്സെല്ലാം കളിയാക്കാണ്ട് ഞാൻ ഫ്രാങ്കായിട്ട് ഇട്ടായിരുന്നു. അതെല്ലാം കണ്ടു, ഫാമിലി എല്ലാവരും കണ്ടു, അമ്മ അച്ഛൻ എല്ലാവരും കണ്ടു. അതിൽ അമ്മ വിളിച്ചു ചീത്താർന്ന് കുറേ, നീ എന്ത് പേട് കാണിക്കാം, എൻ്റെ ഭാവി നഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ല, ഒരു പെങ്കൊച്ചിന് ഭാവി വെച്ചിട്ട് നീ കളിക്കുന്നത് എന്താ ആവശ്യമുള്ളത്, അങ്ങനെ നീ അവളെ കൂട്ടി കൊണ്ടുപോകാറുന്നു. നമുക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് പറയുമ്പോൾ നമുക്ക് ബാക്കിയുള്ളവരല്ല, നമുക്ക് നമ്മളെ അച്ഛൻ്റെയും അമ്മേൻ്റെ സപ്പോർട്ടാണ് മെയിനായി നമുക്ക് വേണ്ടത്. ഓട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എവിടെയും തളരില്ല, നമുക്ക് നിവർന്ന് നിൽക്കാൻ പറ്റും. പക്ഷേ എൻ്റെ അച്ഛനമ്മ സപ്പോർട്ട് ചെയ്തു, അടിച്ചാട്ടിയില്ല. അതിനും തട്ടി ഞാൻ പറഞ്ഞു, അമ്മ ഞങ്ങൾ ഫേക്ക് ആയിട്ടാ തമാശ കിട്ടാന്ന്. എന്ത് തമാശ ആണെങ്കിലും അത് നല്ലതാണോ ഭയങ്കര ചൂടായി. അമ്മമാരങ്ങനെ ഏത് അമ്മയെ അങ്ങനെ ചൂടാവും. ഒരു പെങ്കൊച്ചിന് ഭാവി ഞങ്ങൾക്കൊരു പെങ്ങളുണ്ട്, എനിക്കൊരു പെങ്ങളുള്ളതാണ്. അപ്പം അമ്മയ്ക്ക് അറിയാം അതിൻ്റെ എത്ര പ്രശ്നങ്ങൾ വരുമെന്ന്. അപ്പം അമ്മ എന്താണെന്ന് വെച്ചാൽ നീ കാര്യം ചെയ്യ്, നീ അവൾ കൊണ്ടുപോവാ, എന്തായാലും ഇത്ര ആയില്ലേ കൊണ്ടുപോകാറുണ്ട്. എൻ്റെ ഫാമിലി മൊത്തം അറിഞ്ഞല്ലോ. അപ്പം ഞാൻ എന്തുണ്ട് ഇവളെ രാത്രി ഒരു വൈകിട്ട് പക്ഷേ ഒരു 5 മണി 6 മണി ഇവളെ ഞാൻ വീട്ടിൽ പോയി ഇവളെ കൊണ്ടുവന്നു, ചടിച്ചു. നേരെ തറവാട്ടിൽ പോയി. ഞാൻ പോകുന്നതിന് വിളവ് പറഞ്ഞു, എടാ പിന്നെ എൻ്റെ ഫാമിലി കുറച്ച് ഡേഞ്ചറാണ്. അമ്മയുടെ ഫാമിലി പ്രശ്നമല്ല, ഒരിക്കൽ സ്നേഹം എന്താണെന്ന് മനസ്സിലാവും. അച്ഛൻ്റെ ഫാമിലി അങ്ങനെയല്ല, ഭയങ്കര ഡേഞ്ചറാണ്. അപ്പം അതുകൊണ്ട് എന്ത് നെഗറ്റീവാണ് വന്നു കഴിഞ്ഞാലും മിണ്ടാണ്ടിരിക്കണം. അവിടുന്ന് പല നെഗറ്റീവും വരും, പല പ്രശ്നങ്ങളും വരും. അപ്പോൾ നീ അതൊക്കെ കടിച്ചു പിടിച്ച് നിൽക്കണ്ടായിരുന്നു. ഓള് ശരിയായിരുന്നു. തറവാട്ട് പോയി ഓളെ കയറ്റിയേ പോരാ, അവിടെ മറ്റേ കാക്കക്കൂട്ടിൽ കല്ലിട്ടന്മാര് അന്യായ ജനങ്ങളുണ്ടായിരുന്നു അവിടെ. ഫാമിലിയും അയൽവാസി എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. ഞാനൊരു കൊലപാതകം ചെയ്ത മാതിരിയാണ് അവിടെ അത്ര ആൾ കൂടിയത്. സത്യം പറയുകയാണെങ്കിൽ അതിലൊക്കെ ഓള് പിടിച്ചു നിന്നു, ഒരു അക്ഷരം മിണ്ടിയില്ല. ഓള് എൻ്റെ ജീവിക്കാൻ വേണ്ടി അങ്ങനെ പിടിച്ചു നിന്നു അവിടെ. അതൊക്കെ ഭയങ്കര ഇഷ്ടമായി അവളെ ചങ്കുറ്റം. എൻ്റെ ഫ്രണ്ട്സ് കുറേ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. പട്ടാമ്പിന് കുറേ ഫ്രണ്ട്സ് വന്നു. പിന്നെ എൻ്റെ പഠിച്ച 2 പയ്യന്മാർ വന്നു അവിടെ. അതൊക്കെ സപ്പോർട്ട് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പാപ്പൻ്റെ മക്കളും അമ്മായിൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാനായിട്ട്. അത് സപ്പോർട്ട് ചെയ്തു. പിറ്റേ ദിവസം എൻ്റെ പെങ്ങളെ കല്യാണം കഴിഞ്ഞു, ഞാൻ പോയില്ല. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ സമയത്ത് എല്ലാവരും തിരിച്ച് തറവാട്ടിലേക്ക് വന്ന് സംസാരിച്ചു. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു നമുക്ക് തറവാട്ടിന് ഇറങ്ങാം, വീട്ടിൽ പോകാട്ടോ പറഞ്ഞു. അവിടെ കല്യാണം കഴിക്കാട്ടോ പറഞ്ഞു. ശരിയായിരുന്നു. ഞാൻ അവളെ ബൈക്കിൽ കയറ്റി. അച്ഛനമ്മയും ട്രെയിനിലും വന്നു, ചെക്കന്മാരെല്ലാവരും ബൈക്കിൽ കയറി. ഞാൻ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു, ഒരു സാംസങ്ങിന് ഫോൺ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വിറ്റു. എന്തെങ്കിലും പേടിക്ക് പൈസ കയ്യിൽ വേണ്ടേ, പ്രതീക്ഷിക്കാണ്ട് നമ്മൾ ചാടിച്ചു കൊണ്ടു. നമ്മൾ എല്ലാ ജോലി മൊത്തം കളഞ്ഞിട്ടല്ലേ ഇവിടെ കൊണ്ടുവന്നു ഞാൻ. അപ്പം ഞാൻ ആ ഫോൺ കൊണ്ടുപോയി വിറ്റ്. ആ ഫോണിൽ താലിമാല കുറച്ച് കമ്മി ഉണ്ടായിരുന്നു, വീട്ടിൽ ചിലവെല്ലാം കഴിഞ്ഞ് കുറച്ച് കമ്മി ഉണ്ടായിരുന്നു. അതിൽ അച്ഛനെ വിളിച്ച് വരുത്തി. അച്ഛൻ സപ്പോർട്ടായിരുന്നു ഉണ്ടായിട്ടോ. അച്ഛൻ വന്ന് ഒപ്പം വന്ന് താലിയും മാലൊക്കെ വാങ്ങി. അച്ഛൻ വന്നു, മാലില്ല താലി മാത്രം വാങ്ങി. പകുതി അച്ഛൻ തന്നു ഫണ്ട്. അമ്പലത്തിൽ കല്യാണം കഴിച്ചു. രജിസ്റ്റർ ചെയ്തിട്ടില്ല അമ്പലത്തിൽ വെച്ചിട്ട്, സാധാ നമ്മൾ സൈൻ ചെയ്ത് മാത്രമല്ലോ. അവിടെ നിന്ന് പേപ്പറൊന്നും വാങ്ങിയില്ല, ആ തിരക്കിൽ വാങ്ങാൻ പറ്റിയില്ല. വീട്ടിൽ പോയി, കല്യാണം വീട്ടിൽ പോയി. എല്ലാവരും ഫുഡ് ഇങ്ങനെ കഴിച്ച് ഹാപ്പിയായി.
ഒരു 5-6 ദിവസം നല്ല ഹാപ്പി ആയിരുന്നു. ഓള് ഫുള്ളും എല്ലാവരും മിണ്ടും സംസാരിക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഒന്നാമത്തെ നമ്മൾ അയൽവാസി വരുമ്പോൾ എല്ലാവരും കുയിന്താണ്. അവിടെ ബാക്കിയുള്ളവർക്കൊന്നും കല്യാണം കഴിച്ചിട്ടില്ല. 25, 30, 40 വയസ്സ് ചെക്കന്മാരൊന്നും കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ 21 വയസ്സ് ഞാൻ കല്യാണം കഴിച്ച് വരുമ്പോൾ ആർക്കായും കുയിന്ത് വരും. അതിപ്പോൾ സ്വയം ആർക്കായും കുയിന്ത് വരും. ആ കുയിന്ത് ഒരുപാട് പേർക്കുണ്ടായിരുന്നു അവിടെ, എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കില്ല എന്ന് ഓളെ ഞാൻ പട്ടിണി കടത്തില്ല ആർക്കും അത് ഉറപ്പിക്കുന്നുണ്ടായിരുന്നു. കടത്തില്ല എന്ന് അതെല്ലാവർക്കും അറിയാം. ഞാൻ എന്ത് ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ, അതിൻ്റെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം എൻ്റെ നാട്ടിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റങ്ങളും കുറവുകളും കേൾക്കുള്ളൂ. പക്ഷേ പണ്ട് വെച്ചാൽ ഞാൻ ഇവിടെ കിട്ടുന്ന മുന്നേ എൻ്റെ നാട്ടിൽ അന്വേഷിക്കുകയാണെങ്കിൽ ഒരാളും എൻ്റെ കുറ്റവും കുറവും പറയില്ല. പക്ഷെ ഞാൻ അങ്ങനത്തെ മനുഷ്യനാണ് അടുത്ത എൻ്റെ നാട്ടിലേനി. ഒരാൾക്കും കുറവുകളും കാര്യങ്ങളും ഞാനും വീണ്ടും ആർക്കും ഉണ്ടാക്കിയിട്ടില്ല, പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. ഞാൻ ഏത് ജോലിക്ക് പോകും. എൻ്റെ പ്രായത്തിൽ ചെക്കന്മാരൊക്കെ അവിടെ ചൂണ്ടടാനും സൈക്കിൾ ചവിട്ടാനും വണ്ടി ഓടിച്ച് നടക്കുമ്പോൾ ഞാൻ ആ പ്രായത്ത് 18, 20 വയസ്സിൽ ഞാൻ ജോലിക്ക് പോയ ആളാണ്. ഞാൻ ആ പ്രായത്തിൻ്റെ എൻ്റെ ഫ്രണ്ട്സുകൾ അവിടുത്തെ എല്ലാവരും ഈച്ചിനെ പാട്ടി നടക്കുമ്പോൾ ഞാൻ അവിടെ ജോലിക്ക് പോയ ആളാണ്. ഞാൻ അതെല്ലാവർക്കും അറിയാം. ഞാൻ എന്തൊക്കെ ജോലി ചെയ്ത് എൻ്റെ നാട്ടുകാർക്ക് അറിയാം. അത് എന്നോട് ഇനി ഞാൻ പറഞ്ഞ വിശ്വസമില്ലെങ്കിൽ എൻ്റെ നാട്ടിൽ അന്വേഷിച്ചാൽ മതി, മുമ്മുള്ളി പോയി അന്വേഷിച്ചാൽ മതി. ചന്തക്കുന്ന് മുമ്മുള്ളി ഞാൻ എന്തൊക്കെ ജോലി ചെയ്യും, ഞാൻ 10 ഉറുപ്പ് ഉണ്ടാക്കുന്ന ആളാണോ ചോദിച്ചാൽ ഇപ്പോഴത്തെ കമൻറ്റ് എനിക്കറിയില്ല. ആദ്യത്തെ കമൻറ്റ് ഒന്ന് പോയി ചോദിച്ചേക്കുന്നു. അപ്പോൾ അറിയാം. ഞാൻ ഈ മീൻ വിൽക്കാൻ പോയിട്ടുണ്ട്, കൂലിപ്പണിക്ക് പോയിട്ടുണ്ട്, മണൽ കോരാൻ പോയിട്ടുണ്ട്. സത്യം പറയണ്ടല്ലോ, സത്യം പറയണ്ടേ. വളർത്ത് മീൻ വിൽക്കാൻ പോയിട്ടുണ്ട്, ഒരുപാട് പണിക്ക് പോയിട്ടുണ്ട്. അന്ന് എൻ്റെ ആ സാഹചര്യം അങ്ങനെയായിരുന്നു. 10 ഉറുപ്പ് ഉണ്ടാക്കണമെന്നുള്ള ചിന്ത എനിക്ക് അന്ന് ഉണ്ടായിരുന്നു. ഒരാളുടെ എൻ്റെ അമ്മയോട് ഒരു 100 രൂപയ്ക്ക് മടിയാണ്. 10 രൂപ എൻ്റെ അമ്മനെ ഞാൻ ചോദിക്കും. ശരി, എൻ്റെ അമ്മ ഞാൻ അധ്വാനിക്കുമ്പോൾ ഒരു 100 രൂപയ്ക്ക് അധ്വാനിക്കുമ്പോൾ എനിക്കറിയേണ്ട വില എത്രയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മനെ അത്രയും വലിയ പൈസ വാങ്ങിക്കാൻ ഭയങ്കര ഇടങ്ങാറാണ്. എൻ്റെ അമ്മനെ അടിച്ചു മാറ്റാനോ ഒരു 100 രൂപ അടിച്ചു മാറ്റിയിട്ടില്ല എൻ്റെ അമ്മേൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ അമ്മയോട് ചോദിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവാം. ഞാൻ ചോദിച്ചിട്ട് ഒരു 10 രൂപ എടുക്കുള്ളൂ. ഇനി ആരെന്ത് പൈസ തന്നാലും എന്ത് വാങ്ങാൻ പൈസ തന്നു കഴിഞ്ഞാലും ഞാൻ കറക്റ്റ് പൈസ തിരിച്ചു കൊണ്ടുകൊടുക്കും. ഞാൻ അങ്ങനത്തെ ആളെ എനിക്ക് ഒരാളുടെ പൈസ എടുത്തിട്ട് എനിക്ക് ജീവിക്കണം. പക്ഷേ എനിക്കില്ല, സത്യം എനിക്ക് അങ്ങനെ പറ്റില്ല, എനിക്ക് ഒരിക്കലും പറ്റില്ല. അങ്ങനത്തെ ആളാണ് ഞാൻ. അപ്പം ഞാൻ ഇവളെ കെട്ടി കഴിഞ്ഞാൽ ഇവളെ നോക്കുന്ന ഉറപ്പ് എനിക്കും ഉണ്ടായിരുന്നു, നാട്ടുകാർക്കും ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു. പട്ടിണി കിടത്തില്ല നല്ല ഉറപ്പ് എനിക്കുണ്ട്. ഞാൻ എൻ്റെ ഒരു മനസ്സ് അങ്ങനെയാണ്. ഞാൻ വെറുതെ വീട്ടിലിരിക്കില്ല. ആ സമയത്ത് ഞാൻ ജോലിക്ക് കയറി, പമ്പിൽ ജോലിക്ക് കയറി, മുട്ടിക്കട പമ്പിൽ ജോലിക്ക് കയറി. അവളെ പൊഞ്ഞോ നോക്കുന്നുണ്ട്, പ്രശ്നം കാണുന്നു. അവൾക്കൊരു ഒരു നേരം ഫുഡിനും കൂടി അവൾ വിഷമിക്കണില്ല. പിന്നെ കുറച്ച് കുറവുകൾ കാണിക്കണുണ്ട്. ഞാൻ അവളെ ജോലിക്ക് കയറ്റി. അവൾക്ക് പഠിക്കണം പറഞ്ഞു, ബ്യൂട്ടീഷ്യനെ പഠിക്കണം പറഞ്ഞു, അത് കയറ്റി. അങ്ങനെ ഒരുപാട് വർക്കിന് കയറ്റിയോളെ. അതിലൊന്നും നിന്നില്ല. അവള് ഫുള്ളും കറക്കായിരുന്നു അവളുണ്ടായത്. പിന്നെ കുറച്ച് കാലാണ്ട് വീട്ടിലിങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തുടങ്ങി. കുറച്ച് മാസം കഴിഞ്ഞിട്ട് അമ്മായിയും മരുമോളെ പോരും കുശുമുണ്ടാവുമല്ലോ, അത് തുടങ്ങി. അത് കുറച്ച് ഓവറായിപ്പോയി. അത് കഴിഞ്ഞ് അല്ല പോരും കുശുമ്പും കഴിഞ്ഞ് മുന്നേ ഇവള് പറഞ്ഞു ഇവളെ അച്ഛനും അമ്മയും ഡൈവോഴ്സ് അല്ല, പക്ഷേ അമ്മ പിരിഞ്ഞിരിക്കുകയാണ്. അച്ഛൻ വേറെ വീട്ടിലും അമ്മ വേറെ വീട്ടിലും. പക്ഷെ അച്ഛൻ നിൽക്കുന്ന സ്വന്തം വീട്ടിലാണ്, അമ്മ നിൽക്കുന്നത് ഒരു ചേച്ചിൻ്റെ വീട്ടിലാണ്. അപ്പം എനിക്ക് അച്ഛനില്ല അമ്മയില്ല, ഒക്കെ വേറെയാണ്, അങ്ങനെയാണ് ഉള്ളും കറച്ചിലുണ്ട്. അപ്പം ഞാൻ അവിടെ ഒന്നിച്ചു. ശരി, ഞാൻ ഓണത്തിന് ഇവളെ വീട്ടിൽ പോയിട്ട് ഇവളെ അച്ഛനും അമ്മേനെ ഒന്നിപ്പിച്ച് കൊടുത്തു. ഇവൾക്ക് ഇവളെ സന്തോഷമാണ് എനിക്ക്. ഇവള് ചിരിച്ചാൽ മാത്രമേ എനിക്ക് ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആ മൈൻഡിൽ ജീവിച്ചാണ്. ഞാൻ എൻ്റെ ഒരു ഭാര്യ പറയുമ്പോൾ, ഞാൻ കെട്ടിയൊരു പെണ്ണ് പറയുമ്പോൾ എൻ്റെ ഭാര്യയും കൂടി അല്ലേ, അവളെ ഞാൻ നോക്കണ്ടേ. ഓള് കരയാൻ പാടില്ല. ഓള് കരയുന്ന കാര്യങ്ങൾ നമ്മൾ ക്ലിയറാക്കി കൊടുക്കണ്ടേ. ഓൾക്ക് എന്ത് വിഷമം വന്നതിന് നമ്മൾ ശരിയാക്കി കൊടുക്കണ്ടേ. അപ്പോൾ അത് ഞാൻ ചെയ്തു കൊടുത്തു. ഞാൻ ഇവൾക്ക് അമ്മ അച്ഛനും അങ്ങനെയാണ് വേണ്ടത്. ഭയങ്കര പ്രശ്നമായിരുന്നു. അതിനെ ഒന്നിച്ചു. അത് ഇവളെ അച്ഛനമ്മയ്ക്ക് അറിയാം ആരും ഒന്നിച്ച് കൊടുത്തത്. ഇവർക്ക് അറിയാം, ഇവളെ അച്ഛനമ്മയ്ക്ക് അറിയാം ആരും ഒന്നിപ്പിച്ച് കൊടുത്തതെന്ന്. അത് ആരും ചോദിക്കണ്ട, നേരെ ഇവളെ അച്ഛനമ്മ ചോദിച്ചാൽ മതി. ഒന്നിപ്പിക്കാൻ ആരുണ്ടായിരുന്നു മുന്നിൽ ചോദിച്ചാൽ മതി. ഇവളെ ചേച്ചി ചേട്ടൻ ഉണ്ടായിട്ടൊന്നുമില്ല, ഇവളും കൂടി ഉണ്ടായിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിട്ടല്ലോ. പിന്നെ സപ്പോർട്ടിന് കുറച്ച് പേരുണ്ടായിരുന്നു അവിടെ. സത്യം പറയുകയാണെങ്കിൽ ആ ഒന്നിച്ച സമയത്ത് ഇവർ ഒന്നിപ്പിച്ചോ എൻ്റെ ലൈഫ് പോയി വന്നാൽ ഇവളെ സ്വഭാവം മാറി, പെരുമാറ്റം മാറി. എൻ്റെ അമ്മയും അച്ഛനും ഭയങ്കര പ്രശ്നങ്ങളായി. എൻ്റെ അമ്മയോട് താനും തീനൊക്കെ വിളിക്കണത് ഭയങ്കര പ്രശ്നങ്ങളായി. അങ്ങനെ അന്യായ പ്രശ്നങ്ങളായി. പിന്നെ സംശയമായി. ഞാൻ ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയ ടൈമിൽ ഹോസ്പിറ്റൽ പേര് ലിസിയോ അങ്ങനത്തെ ഹോസ്പിറ്റൽ പേര്.
ആ ഹോസ്പിറ്റലിൽ ജോലിക്ക് ടൈമിൽ അറ്റൻഡറായി വർക്ക് ചെയ്തതാണ്. ഞാൻ ഇതിന് മുന്നേ 2018 19 ആ കൊറോണ ടൈമിൽ ഞാൻ IG മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വർഷത്തെ പേപ്പർ ഉണ്ടായിരുന്നു, എക്സ്പീരിയൻസിൻ്റെ പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പർ വെച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കയറി. ഞാൻ 1 മാസം 2 മാസം നിന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് നമ്മളെ ആ ഹോസ്പിറ്റലിൽ പേരക്കന്മാരുണ്ട്, അപ്പോൾ മരത്തിന് ഞാൻ പേരക്ക് പൊട്ടിക്കായിരുന്നു. അപ്പോൾ ഫേക്ക് എൻ്റെ നമ്പർ പറഞ്ഞാൽ ഞാൻ എല്ലാവർക്കും അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു അവിടുത്തെ സ്റ്റാഫും കൂടിയാണ്. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ വിളിക്കണമെങ്കിൽ എൻ്റെ നമ്പർ എല്ലാവർക്കും വേണം. അപ്പോൾ ഞാൻ അവിടെ എല്ലാ സ്റ്റാഫുകൾക്കും എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇവൾക്ക് അറിയില്ല, നമ്മളെത്ര പറഞ്ഞിട്ട് ഇവൾക്ക് മനസ്സിലാവണില്ല. അപ്പോൾ എന്തായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാവർക്കും നമ്പർ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പേരക്ക് പൊട്ടിക്കായിരുന്നു. അപ്പോൾ ഒരു പെങ്കോച്ച് നമ്മൾ ഫ്രണ്ടാണ്, നമ്മൾ പെങ്ങളമാരികളെ കാണും നമ്മൾ. അപ്പോൾ ഇവൾ എൻ്റെ ഒരു വീഡിയോസ്, പേരക്ക് പഠിക്കുന്ന വീഡിയോസ് എടുത്ത് എഡിറ്റിങ് ചെയ്തോളൂ തന്നെ വാട്സപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവൾ ഒരു വൈകിട്ട് ശേഷം ഇട്ടത്. പക്ഷേ വൈകിട്ട് ഒരു 3 മണി 4 മണിക്ക് ശേഷം ഇവൾ പോസ്റ്റ് ചെയ്ത് എൻ്റെ ഫോണിലേക്ക്. പക്ഷേ എൻ്റെ ഫോണിൽ വന്ന് രാത്രി 10 ആ ടൈമിൽ വന്നത്. ഞാൻ ആ ടൈമിൽ നെറ്റ് ഓണാക്കി അവിടെ എത്തി. നെറ്റ് ഓണാക്കി ഇവളെ ഫോണിൽ വരാൻ കുറച്ച് ലൈറ്റായി അതുണ്ടായത്. പക്ഷേ എൻ്റെ ഫോണിലേക്ക് വീഡിയോസ് വന്നത് 10:30-ക്കാണ്. അതിൽ ഭയങ്കര പ്രശ്നമായിരിക്കും അവള്. അങ്ങനെയാണ് ഞാൻ അവളെ വിളിക്കാൻ ചാറ്റി. ഞാൻ അറിയാത്ത കേസും കൂടി അവൾ എടുത്ത് പറഞ്ഞു. അങ്ങനെ ആ പെങ്കോസിനെ വെച്ച് ഭയങ്കര പൊലയാട്ടൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നങ്ങൾ. എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ആ പ്രാന്തത്തിൽ ഞാൻ അവളെ വീട്ടിൽ പോയി. അങ്ങനെയൊക്കെ ഉണ്ടായ സംഭവം. അത് കുറച്ച് മുന്നോട്ട് നീങ്ങി. പിന്നെ അവിടെ നിന്ന് ഫുള്ളും പ്രശ്നങ്ങളാണ്, സംശയവും കാര്യങ്ങളും. പിന്നെ ഞാൻ ഇവളെ വീട്ടിൽ പോയി. ഇവളെ വീട്ടിൽ കുറച്ച് ദിവസം നിന്നു. അത് എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ വന്ന ടൈമിൽ ഞാൻ പിന്നെ ഞാൻ ജോലിക്ക് കയറി. മീൻ വിൽക്കാൻ പോയി. വണ്ടിയിൽ പണമൊന്നുമില്ല, ജോലിയൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് സ്വന്തം ജോലി എന്തെങ്കിലും വേണ്ടേ? വേറെ ജോലിക്ക് കയറി കാര്യമില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ജോലി നഷ്ടപ്പെട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ചെറിയ വണ്ടി എടുത്ത് മീൻ വിൽക്കാൻ പോയി. മീൻ വിൽക്കാൻ പോകുമ്പോൾ ഈ കന്നിമാസമൊക്കെ വരുമ്പോൾ ഉണ്ടാവുമല്ലോ, ഈ മറ്റേ പ്രസവമുള്ള പെൺകുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ. പ്രസവം കഴിഞ്ഞതും പിന്നെ പ്രസവിക്കാൻ കിടക്കുന്നത്. പക്ഷെ ഗർഭിണിയായ പെൺകുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ, കന്നിമാസമൊക്കെ ആകുമ്പോൾ കഞ്ഞിയൊക്കെ വെച്ച് കൊടുക്കുമല്ലോ. ആ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ആ പരിപാടിയിൽ ഇവിടെ കൊണ്ടുപോയി. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ മരുന്ന് കുടിക്കുകയാണ്, കുട്ടികളുടെ വേണ്ടി മരുന്ന് കുടിക്കുകയാണ്. അപ്പോൾ രണ്ടാൾക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജോലിക്ക് ടൈമിൽ കുറേ കാര്യങ്ങൾ പറയാണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കി വിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജോലിക്കും ടൈമിൽ ജോലിയും കഴിഞ്ഞ് വന്ന് ഇവിടെ എല്ലാം കാര്യം നോക്കുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് നോക്കുന്നുണ്ട്. ഇടകൂടി അതിൻ്റെ ഇടയിൽ ഇവിടെ അമ്മ വിളിച്ചു കൊണ്ടുപോയി. ഒരാഴ്ച കഴിഞ്ഞാൽ കൊണ്ടുവരാം, കന്നിമാസമല്ലേ, അവൾക്ക് കഞ്ഞൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ, ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ, ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കട്ടെ, ഒരാഴ്ച കഴിഞ്ഞ് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഒരു അമ്മേനെ കൊണ്ടുപോകണത് നമുക്കിപ്പോൾ ഞാൻ പറയാൻ പറ്റില്ലല്ലോ, ഓൾ സമ്മതം ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അന്ന് ഞാനൊരാഴ്ച കഴിഞ്ഞ് വരാട്ടാ, ഞാൻ പോട്ടെ അന്ന് തന്നെ ഈ പോയിക്കോളായിരുന്നു. ആ സമയത്ത് എൻ്റെ ഫ്രണ്ട് തൂങ്ങി മരിച്ചു, സുധീഷ് എന്ന ആൾ തൂങ്ങി മരിച്ചു. എല്ലാവർക്കും അറിയാം, മുകളിലേക്കും അറിയാം. അപ്പോഴാണ് ഇവിടെ അച്ഛനമ്മയും വരുന്നത്. എനിക്ക് സംസാരിക്കാൻ ഒന്നും പറ്റിയില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട് അത്രയും ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ഒരു പയ്യനാണ് അത്. ഓൻ മരിച്ചു പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീലിംഗ് ആയി. ഞങ്ങൾ എല്ലാവരും വന്നപ്പോൾ എല്ലാവരും അവിടെ എത്തിയപ്പോൾ ഞാൻ എത്താൻ ലൈറ്റായി. പക്ഷെ ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ മീൻപെട്ടി കൊണ്ട് ഇറക്കി വെച്ച് ഇവനെ കാണാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോഴാണ് ഇവിടെ അച്ഛനും അമ്മയും ഓട്ടോറിക്ഷയിൽ ഇറങ്ങുന്നത്. എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ ഇപ്പോൾ വരാൻ എൻ്റെ ഫ്രണ്ട് മരിച്ചിട്ടുണ്ട്, കണ്ട് വരാട്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട് മരിച്ച് കാണാൻ പോയി, തൂങ്ങി മരിച്ചാണ്. ഓനെ കാണാൻ പോയി. എന്നാൽ കണ്ട് വരുന്ന വരെ ഒന്ന് നിൽക്കാൻ പോലും സമയം ഒരുക്കുണ്ടായിട്ടില്ല. വന്ന് അപ്പം തന്നെ പോവുകയും ചെയ്തു. എന്നെ വിളിച്ചു, എന്നാൽ ശരി ഓക്കെ, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോയി, കുഴപ്പമില്ല, ഞാൻ കുറച്ച് ലൈറ്റാവും എത്തുമ്പോൾ. ശരിയായിരുന്നു. ഒരു പോയി. ഞാൻ അതിന് കുറ്റം കുറവൊന്നും ഞാൻ പറഞ്ഞില്ല, അതിനെ മനസ്സിൽ വെച്ചു. ഇവള് വീട്ടിൽ പോയി. ഇവള് വിളിക്കാനും പിടിക്കാനും നിൽക്കണില്ല, വിളിയോ കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഓള് വരുന്നില്ല. അപ്പോൾ ഓള് പറയുന്നുണ്ട്, ഓള് പറയുന്നുണ്ട്, നിങ്ങൾ മീൻകാഴ്ച ഒഴിവാക്കി വേറെ നീ ജോലി നോക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താ സംഭവം മനസ്സിലായി. ഞാൻ പെണ്ണ് പിടിക്കാനോ കഞ്ചാവ് വിൽക്കാനോ MDMA വിൽക്കാനോ അതോ കള്ളക്കടത്തിനോ ഞാൻ പോയിട്ടില്ല. ഞാൻ അന്തസ്സായിട്ട് മീൻ വിൽക്കാനോ പോയിട്ടുള്ളൂ. ഒരു മനുഷ്യൻ ചെയ്യുന്ന തൊഴിലാണത്, അന്തസ്സായിട്ട്. ഞാൻ ആ തൊഴിലാണ് ചെയ്യുന്നത് അവിടെ. അതെല്ലാവർക്കും അറിയാം. ഞാൻ ആ തൊഴിലിന് ഞാൻ മോശമായിട്ട് കണ്ടു. നീ മീൻ കച്ചവടം ഒഴിവാക്കിയിട്ട് വേറെ നീ കച്ചവടത്തിന് പോവാണോ, വേറെ നീ ജോലി നോക്കുകയായിരുന്നു. അപ്പം ഞാൻ എന്താ കാരണം വെച്ചു, ഈ മീൻ കച്ചവടമൊന്നും ആവില്ല മോനെ, നീ വേറെ എന്തെങ്കിലും ജോലി നോക്കുകയായിരുന്നു. പക്ഷെ കിടപ്പ് ഭയങ്കര ഫീലിംഗ് ആയി. ഞാൻ പിന്നെ ഫോൺ കട്ടാക്കി.
ഞാൻ അവളെ വിളിച്ചു, എടി നീ എന്നാ വരുന്നത്, നീ എന്താ വരാത്ത വെച്ചു. അതെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് വരാം അങ്ങനെ എന്തൊക്കെ ഒരു പറഞ്ഞു. അത് ശരി ഓക്കെ ആയിരുന്നു. പിന്നെ വിളിയും കാണും ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ചടച്ച് ഞാൻ എന്നിട്ട് എൻ്റെ പഴയ ജോലി അലം ടെക്നിക്ക് അതെനിക്ക് പിന്നെയും കാരണം വിചാരിച്ചു. അങ്ങനെ കോഴിക്കോട് ഞാൻ അന്വേഷിച്ചു. കോഴിക്കോട് ഞാൻ പോയി, വേക്കൻസി ഉണ്ട്. ഞാനെൻ്റെ ഫ്രണ്ടായ്മ കയറിയത്, എൻ്റെ ഫ്രണ്ടിന് അറിയാം, അതാരാ അവനറിയാം, പേര് പറയുന്നില്ല, അവനറിയാം. അവനെ കൂട്ടിയെ പോയതാണ്. ഓണ് ഞാൻ ഒന്നിച്ച് അവിടെ ജോലി ചെയ്തു. 1 മാസം 2 മാസം നിന്നു. അതുവരെ ഞാനോള് ഭയങ്കര പ്രശ്നമായിരുന്നു, വിലൊന്നുമില്ല. മെസ്സേജിൽ ഇടയ്ക്ക് ബ്ലോക്ക് ആക്കിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഭർത്താവിനും ബ്ലോക്ക് ചെയ്ത് പോവുക അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നു. ഒരു രാത്രി ഫുൾ കോളുമേ ചാറ്റിങ്ങെല്ലാം ഉണ്ടായിരുന്നു. ഒന്നും പറയുന്നില്ല അവള്. അപ്പോൾ എനിക്ക് ഡൗട്ടൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അവൾ അങ്ങനെ ചെയ്തപ്പോൾ പിന്നെ എന്തായാലും ഡൗട്ട് അടിക്കണമല്ലോ. ഞാൻ പിന്നെ ആ ഭാഗത്ത് വല്ല ചാടില്ല ഞാൻ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറുന്ന മുന്നേ എൻ്റെ ഒരു മാമൻ, എൻ്റെ അമ്മേൻ്റെ മൂത്ത ആങ്ങള വെള്ളത്തിൽ ചാടി. ചെറിയ വീട്ടിൽ ചെറിയ പ്രശ്നമായപ്പോൾ മാമനെ പ്രഷർ പോയപ്പോൾ മാമനെ തട്ടി. ആ സമയത്ത് ചെയ്തൊരു മന്ദബുദ്ധി. മാമൻ്റെ ആ സമയത്ത് മാമന് പല ടെൻഷൻ കയറുന്ന സമയത്ത് ചെയ്ത പൊട്ടത്തായിരുന്നു. മാമൻ വെള്ളത്തിൽ പോയി ചാടി. ഒരു മനുഷ്യന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അറിയാണ്ട് നമ്മൾ ചെയ്യുന്ന സംഭവം അതായത് തൂങ്ങി മരിക്കുക, വിഷം കുടിക്കുക, അത് സാഹചര്യങ്ങൾ അവനായി പോകും. പക്ഷെ അറിയാണ്ട് ചെയ്തു പോയിന് മാമൻ. പക്ഷെ മാമൻ വെള്ളത്തിൽ ചാടിയ സമയത്ത് മാമനെ കിട്ടാൻ 3-4 ദിവസം പിടിച്ചു. അത്രയും ജനങ്ങൾ ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാണ്ട്. അവർക്ക് ഞാൻ ഒരുപാട് സല്യൂട്ട് തരുന്നുണ്ട്. പക്ഷെ അത് അത്രയും സപ്പോർട്ട് ചെയ്യാൻ എല്ലാം ഉണ്ടായല്ലോ എല്ലാത്തിനും. ആ സമയത്തും കൂടിയും എൻ്റെ മാമൻ വെള്ളത്തിൽ പോയി, മാമൻ മിസ്സിങ് ആണ് എല്ലാം അറിഞ്ഞിട്ടും കൂടിയും ആ വീട്ടിൽ നിന്ന് എൻ്റെ വൈഫ്സിൽ നിന്ന് ഒരു മനുഷ്യൻ വന്നില്ല. തലേ ദിവസമാണെങ്കിലും അന്ന് ചാടിയ ദിവസമാണെങ്കിലും അന്ന് എൻ്റെ ഭാര്യ വന്ന ആൾ എൻ്റെ അടുത്തേക്ക് വന്നില്ല. അപ്പോഴും അവിടെ അവൾ നിന്നു. സംഭവിക്കൊന്നും മനസ്സിലാവില്ല, എന്താ വരാത്തേക്ക് കാര്യം അറിയില്ല. ഞാൻ ചോദിക്കേണ്ടൊന്നും പറയുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് മാമനെ കിട്ടി. ഞാൻ കോഴിക്കോട് ജോലി ഓക്കെ ആണല്ലോ, ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. ഞാൻ കയറാൻ നിൽക്കുമ്പോഴാണ് മാമനെ കിട്ടി പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു തിരിച്ച് പോയി പോന്നു. ഞാൻ മാമനെ കാണാൻ പറ്റിയില്ല, ദയിപ്പിച്ചു. ഇവിടെ ഒന്നും ഇല്ല മാമൻ്റെ. അപ്പം അതുകൊണ്ട് നമുക്ക് ആരുമെല്ലാം കാണിക്കാൻ പറ്റിയില്ല, ദയിപ്പിച്ചു. എന്നിട്ട് അവൾ വന്നത്, ഓളെ അച്ഛമ്മയും വന്നു, വിളിച്ചു പറഞ്ഞു കേട്ടോ. ഞാനല്ല, എൻ്റെ ഏട്ടനും ചെറിയ മാമനും അമ്മയും അച്ഛനൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ വന്നു. ഓളെ അച്ഛമ്മയും വന്നു, ഓളും കൂട്ടി വന്നു, സംസാരിച്ചു. ഞാൻ എന്താ വിചാരിച്ചറിയോ, ഇനി ഓള് വന്നല്ലോ, ഇനി തിരിച്ചു പോകില്ല എന്ന് വിചാരിച്ചു. അപ്പോഴും ഓൾ തിരിച്ചു പോയി. തിരിച്ചു പോകുമ്പോൾ ഒരു വാക്കുകൾ പറഞ്ഞു പോയതാണ്. അതെ, ഞാൻ അവിടെ ഒരു പഠിക്കാൻ വേണ്ടി ഒരു ഇത് നോക്കിയിട്ടുണ്ട്, സിവിൽ എഞ്ചിനീയർ പഠിക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ചേരാൻ ടൈം ആക്കും. എനിക്ക് സംഭവം ഒന്നും അറിയില്ല, ഇത് ചേരാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ് എനിക്കറിയില്ല. ഇനി ഓൾ നേരത്തെ പ്ലാനിങ് ആണ് എനിക്കറിയില്ല, ഒന്നും എനിക്കറിയില്ല. അപ്പം നല്ല കാര്യമല്ലേ, ചെയ്തോർന്നു, കുഴപ്പമില്ലായിരുന്നു. ഓളെ അമ്മയും അച്ഛനും അവൾ പോകില്ല എന്ന് വിചാരിച്ചിട്ടോ. അവൾ പോവില്ലെങ്കിൽ ഞാൻ കോഴിക്കോടത്തെ ജോലി ഒഴിവാക്കിയിട്ട് ഇവിടെ നാട്ടിൽ ജോലി നോക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഞാൻ ഇല്ലെങ്കിൽ കോഴിക്കോട് റൂം നോക്കിയിട്ട് അവിടെ ഞങ്ങൾ സെറ്റിലായി നിൽക്കാൻ ഉള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓളോളെ വീട്ടിൽ പോയി. അതിലേക്ക് ഭയങ്കര ഫീലിംഗ് ആയി. ഞാൻ തിരിച്ചെൻ്റെ ജോലിക്ക് കയറി. കുറച്ച് മാസങ്ങൾ അങ്ങനെ ജോലിക്കാണ് കയറി. അങ്ങനെ കുറച്ച് മാസങ്ങൾ പോയി. വിളി മെസ്സേജും കാര്യങ്ങളും ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഓണോ വിഷു അങ്ങനത്തെ ആയപ്പോൾ ഞാൻ ഓളെ വീട്ടിൽ പോയി നിന്നു. ഓളെ വീട്ടിൽ പോയ ടൈമിൽ ഓള് പഠിക്കാൻ കയറി. ആലുവയിലാണ് ജോലിക്ക്, കോളേജിലാണ് പഠിക്കാൻ കയറിയത്. അപ്പം ഞാൻ ഓളെ വീട്ടിൽ പോകുമ്പോൾ പഠിക്കാൻ പോവാണ്. അങ്ങനെ ഞാൻ കണ്ടു, സംസാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് പോവും. എല്ലാ മാസം പോയില്ലെങ്കിലും എല്ലാ ദിവസവും പോയില്ലെങ്കിലും മാസത്തിൽ 2-3 ദിവസം ഞാൻ പോകും. പിന്നെ ഞാൻ കുറച്ച് പോക്ക് കമ്മിയാക്കി, എനിക്ക് ഡ്യൂട്ടി ലീവ് കിട്ടാത്തതുകൊണ്ട്. പിന്നെ ഞാൻ എറണാകുളത്ത് ജോലി നോക്കി. എന്തായാലും ഇപ്പോൾ ഇത്ര ആയില്ലേ, നാട്ടിൽ പറഞ്ഞിട്ടാക്കല്ലേ, ഈ അവിടെയും പറയുമ്പോൾ ഓളെ വീട്ടിലും നീ കോഴിക്കോട് അത് നല്ല സ്വഭാവമാണ് ഉണ്ടായി. അങ്ങനെ ഒരുപാട് കമൻറ്റിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പം എന്തൊക്കെ കോഴിക്കോട് ജോലി ഒഴിവാക്കിയിട്ട് നേരെ എറണാകുളത്ത് ജോലി നോക്കി. എറണാകുളത്ത് അലയം ടെക്നിക്ക് നോക്കി, അവിടെ ജോലിക്ക് കയറി. ഞാൻ ഓളെ വീട്ടിൽ നിന്നു. അങ്ങനെ നിന്ന് കുറച്ച് ദിവസങ്ങൾ, കുറച്ച് മാസങ്ങൾ പോയപ്പോൾ ഓളെ ഒരു പയ്യന്, പക്ഷേ തൃശ്ശൂർ നിൽക്കുന്ന പയ്യനാണത്. അവൻ എനിക്ക് രാത്രി ഒരു മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു.
ഞാൻ തിരിച്ച് അങ്ങോട്ട് അയച്ചു. അപ്പം എന്നോട് പറഞ്ഞ പയ്യൻ സന്ദീപിൽ വെച്ചു അതേയായിരുന്നു. ധന്യോട് പറയും ഇങ്ങനെ ആവാൻ പറഞ്ഞു. ധന്യോട് പറയും എൻ്റെ ബ്ലോക്ക് ഒഴിവാക്കാൻ പറയിട്ടാണ്. നമ്മൾ താരെ വെച്ചു അത് ധന്യക്ക് അറിയാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ധന്യക്ക് അറിയാം, പക്ഷെ സന്ദീപ് ധന്യൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എനിക്ക് എന്താ കാരണം എനിക്ക് മനസ്സിലാവുള്ളൂ, എന്താ കാരണം പറയുക. അത് ഓൾക്കറിയാം. ഓൾ 3-4 മാസം മുന്നേ എന്നോട് ഭയങ്കര ചാറ്റിങ്ങൊക്കെ ഉണ്ട്. 3-4 മാസം മുന്നേ ചാറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഓള് ഗർഭിണി പറഞ്ഞിട്ട് എന്നെ ബ്ലോക്ക് ചെയ്ത് പോയി. ഓൾ പറഞ്ഞാൽ മതി, ഞാൻ വിളിച്ചു, ഞാൻ മെസ്സേജ് അയച്ചു, ഇന്ന് ബ്ലോക്ക് ഒഴിവാക്കരുന്ന് പറഞ്ഞാൽ മതി ഇട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര കുഴി പൊട്ടി. ഒരു ഭർത്താവാണ് ഞാൻ. അപ്പോൾ ആർക്കായാലും അത്തരം പ്രശ്നങ്ങളും പ്രഷർ പൊട്ടും. ഒരു ഭാര്യനെ പറ്റി ഒരു വേറെ ആൾ പറയുകയാണെങ്കിൽ അപ്പം നമ്മൾ നിങ്ങൾക്ക് എന്ത് തെളിവുകൾ വെച്ചു. അത് ഓൾക്കറിയാം. ഞങ്ങൾ പിടിക്കൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഞാൻ റോങ്ങായി പച്ചത്തെറി അങ്ങോട്ടൊക്കെ വിളിച്ചു, ഓൺ ഇങ്ങോട്ടും വിളിച്ചു. അതെനിക്ക് തെളിവിറക്കി അയച്ചു തന്നു. സത്യം പറയാൻ ഒരു ഭർത്താവ് കാണാത്തേക്കാണ് നമുക്ക് അയച്ചു തരുന്നത്. അവൻ വീഡിയോ കോൾ ചെയ്തതും മെസ്സേജ് അയക്കുന്നതും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു. ഭയങ്കര ഫീലിംഗ് ആയിട്ടോ. സത്യം പറയാൻ അത്രയും സങ്കടം വന്നിട്ട് എനിക്ക് ഇത് കണ്ടപ്പോൾ തന്നെ. ഞാൻ നേരെ അവളെ വീട്ടിൽ പോയി. ഞാൻ ചോദിച്ചു, എടി ഇതാര് വെച്ചു, ഈ നമ്പറൊക്കെ അറിയ വെച്ചു. അറിയില്ല പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ചെകിടടിച്ച് പൊട്ടിച്ചാണ് അവളെ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അവളച്ഛൻ വന്ന് പറഞ്ഞു നീ എന്തിനാ അവളെ അടിച്ചത്, എന്താ കാരണം വെച്ചു. ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങളുടെ മോളോട് ചോദിക്കുക, ഈ നമ്പർ അറിയുമോ ചോദിക്കുകയാണ്. അത് അവൾക്ക് അറിയില്ലാന്ന്. ഞാൻ തെളിവടക്കം കാണിച്ചു കൊടുത്തു. തെളിവടക്കം കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാവരും മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഭയങ്കര പ്രശ്നമാക്കി അവിടെ. അതിൽ ഇവളെ അച്ഛൻ തട്ടി ഇവനെ വിളിച്ച് സംസാരിക്കാൻ വേണ്ടി വാർപ്പിന് മേലെ പോയി സംസാരിച്ച് സോളവാക്കി. അപ്പം തന്നെ ഇവളെ ചേച്ചീൻ്റെ ഭർത്താവും ചേച്ചീൻ്റെ ഫ്രണ്ടും വന്നു. ചേച്ചീൻ്റെ ഭർത്താവും ആ ഭർത്താവിൻ്റെ ഫ്രണ്ടും വന്നു. ഇനി കുറേ സംസാരിച്ചവർ. ഞാൻ പറഞ്ഞു ഇനി ജോലിക്ക് പോകണ്ട, ഇങ്ങനെയാണെങ്കിൽ ജോലിക്ക് പോകണ്ട, നമ്മൾ ജോലിക്ക് വിടുന്നപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്, ജോലിക്ക് പോകണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ട് എനിക്ക് നോക്കാൻ അറിയാമായിരുന്നു. അവൾ മര്യാദക്ക് നിൽക്കുകയാണെങ്കിൽ ഓളെ ഞാൻ നോക്കും, ഇല്ലെങ്കിൽ എൻ്റെ വഴിക്ക് പോയിട്ടായിരുന്നു. അവളോട് പറഞ്ഞു ഇനി നിർത്താം, ഇനി ഉണ്ടാവില്ലായിരുന്നു. ശരിയായിരുന്നു. ഞാൻ ഈ ചെക്കിന് ഏതാണ് എത്ര മാസങ്ങളായി ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആ കേസ് വിട്ടു. പിന്നെ അവൾ എൻ്റെ കാലും കൈ പിടിച്ച് ഇനി ഉണ്ടാവില്ല ഏട്ടാ, ഇനി ഞാൻ ചെയ്യില്ലാണ്ട് അവൾ പഠിക്കാൻ പിന്നെയും പോയി. അവൾ പിന്നെ പഠിക്കാൻ പോയി. ഞാൻ ഒരു മനുഷ്യനല്ലേ, ഒരു ചാൻസ് ആർക്കും കൊടുക്കാമല്ലോ. ആ ചാൻസ് പിന്നെയും കൊടുത്തു കൊടുക്കാൻ. അവൾ പഠിക്കാൻ പോയി. ലെങ്ത്ത് ഒരു ലോങ് ക്ഷമിക്കിട്ടോ, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ അവൾ പഠിക്കാൻ പോയി ടൈമിൽ ഓളും വല്യമ്മൻ്റെ മോളും കൂടിയാണ് ഒന്നിച്ച് വർക്ക് അവിടെ പഠിക്കുന്നത്. അപ്പോൾ വല്യമ്മൻ്റെ മോളായിട്ട് എന്തോ ചില അങ്ങോട്ട് കസബിസ് ഉണ്ടായിരുന്നു, ചില ഒരു സൗന്ദര്യമിണക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് എന്നെ വിളിക്കുകയാണ് ഇവള്. ചേട്ടാ എവിടെ വെച്ചു? ഞാൻ ഡ്യൂട്ടിയിലാണ്, എന്താ പറയുന്നു? അപ്പോൾ ചേട്ടൻ വന്നില്ല വെച്ചു. എങ്ങോട്ട്? ചേച്ചി ഇതാ ലീവാക്കിയിട്ട് പോയിട്ടുണ്ടല്ലോ, ചേട്ടൻ്റെ ഒപ്പം പോകണം, ചേട്ടൻ വന്നിട്ടുണ്ട് വന്നാണ് ചേച്ചി ലീവാക്കിയായിരുന്നു. അയ്യോ ഇല്ല മോളോ, ഞാൻ ഡ്യൂട്ടിയിലാണ്, ഞാൻ എങ്ങനെ അങ്ങോട്ട് വരും, ഡ്യൂട്ടിയിലല്ലേ ആയിരുന്നു. എന്നാൽ അറിയില്ല, ചേച്ചി ലീവാക്കി, ചേച്ചി ബൈക്കിൽ കയറി പോയിട്ടുണ്ട്, ഞങ്ങളെല്ലാം കണ്ടു. അപ്പോൾ ഞങ്ങൾ ചേട്ടനാണ് വിചാരിച്ചത്, കണ്ടപ്പോൾ ചേട്ടനമ്മ തോന്നിയില്ല, ആ ചേട്ടനെ വിളിച്ചായിരുന്നു. അയ്യോ എനിക്കറിയില്ല, ഞാൻ ചോദിച്ചോട്ടാണ്. ആ പിന്നെ ആ കേസ് ഞാൻ വിട്ടു. അവൾ അങ്ങനെ പറഞ്ഞു. ഞാൻ ഇവിടെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് വന്നു കൊടുക്കുകയെന്ന് പറഞ്ഞു. ആ കേസ് അങ്ങനെ വിട്ടു വയ്ക്കില്ല. ഞാൻ അതിൽ സീരിയസ് ആയി കണക്കൂട്ടിയില്ല. അങ്ങനെ കുറച്ച് മാസം അങ്ങ് പോയപ്പോൾ തന്നെ പിന്നെ എനിക്ക് ഓളഞ്ഞെ വിളിച്ചു, പെങ്കൊച്ചിനെ വിളിച്ചു, വലിയവളെ മോളഞ്ഞെ വിളിച്ചു, വലിയവളെ മോളും ഓളെ അമ്മയും വിളിച്ചു, സംസാരിച്ചു. സന്ദീപ് എനിക്ക് എന്തെങ്കിലും അറിയോ ചോദിച്ചു. എന്താ വലിയമ്മ എനിക്ക് അറിയില്ല, ഞാൻ ചിറ്റയെ വിളിക്കല്. ചിറ്റ എനിക്കൊന്നും അറിയില്ലായിരുന്നു. അവൾ പഠിക്കാൻ പോകുമ്പോൾ എനിക്കറിയാം, പക്ഷേ നമുക്ക് എല്ലാവരും ബാക്ക്ഗ്രൗണ്ട് നോക്കണില്ല. അവളൊന്നും മിണ്ടല്ല. വന്നു കഴിഞ്ഞാൽ അവൾ വന്ന് മിണ്ടാനൊരു മുറി കിടക്കാൻ, ഞാൻ വേറെ സ്ഥലത്ത് അവൾ അപ്പുറത്ത് റൂമിൽ കിടക്കുന്നത്. എന്ത് ചെയ്യാനാ, ഓരോ പ്രശ്നങ്ങളായിരുന്നു. എന്നാൽ എനിക്കൊരു ഫോട്ടോ അയച്ചതായിരുന്നു, ഒരു 3-4 ഫോട്ടോയ്ക്ക് അയച്ചു തന്നു. കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല മനുഷ്യന്. അത്രയും നല്ല വിഷമമായി, അത്ര ഭയങ്കര വിഷമം, അന്യായ വിഷമമായി. അതൊരു ഭർത്താവ് ആവണവർക്ക് മനസ്സിലാവാം. കല്യാണം കഴിച്ച ഭർത്താവുകൾക്ക് അറിയാം അതിന് വിഷമം എന്താണെന്ന്.
വേറൊരു ഭർത്താവിൻ്റെ ഒപ്പം ഒരു ഭർത്താവിൻ്റെ ഭാര്യ വേറെ ആളുടെ ഒപ്പം കാണുന്ന ഭർത്താവിനെ കാണുമ്പോൾ എത്ര ഇടങ്ങാറുണ്ട് അത് ഒരിക്കൽ മനസ്സിലാക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. ഞാൻ ഇവളെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ അവിടെ ഭയങ്കര പ്രശ്നമാക്കി. അന്യായ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവിടെ. അടീന തുമ്പത്തെത്തി. ഞാൻ ജോലി ഒഴിവാക്കി, അവളെ പഠിപ്പ് ഒഴിവാക്കി. ഇനി പഠിക്കാൻ പോകണം. ഫോണൊക്കെ ഇരുന്ന് പിടിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവളെ ഫോൺ ഇറന്ന് പിടിച്ചില്ല. ഫോൺ വാങ്ങിക്കൊണ്ടേ വീട്ടിൽ നിന്ന് ഞാൻ വീട്ടിൽ നിന്ന് രാത്രി ഇറങ്ങി. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ റൂമുണ്ടായിരുന്നു. അവിടെ ദിവസം തങ്ങി. പിറ്റേ ദിവസം ഞാൻ നാട്ടിൽ പോയി വക്കീലിനെ കണ്ടു, സംസാരിച്ചു ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് എൻ്റെ സപ്പോർട്ട് എന്നൊക്കെ എൻ്റെ ഏട്ടൊപ്പം ഉണ്ടായിരുന്നു. ഏട്ടൻ എല്ലാം കാര്യങ്ങളും ഓക്കെ ആക്കി തന്നായിരുന്നു. പക്ഷേ വീണ്ടും ഒരു മനസ്സളഞ്ഞു. ഒരു പെങ്കൊച്ചല്ലേ, ക്ഷമിക്കാലോ. പക്ഷേ വീണ്ടും എൻ്റെ മനസ്സളിഞ്ഞു. അത്ര ഇഷ്ടം എനിക്ക് അവളെ. എല്ലാവർക്കും അറിയാം അത്രയ്ക്ക് ഇഷ്ടം അവളെ. ഞാൻ അപ്പം തട്ടി ഞാനൊരു പെങ്കൊച്ചിനോട് പ്രപ്പോസ് ചെയ്യാനോ, ഇവളെ കെട്ടിയ സമയത്ത് ഞാനൊരു പെങ്കൊച്ചിന് കമൻറ്റ് അടിക്കാൻ പോകാനോ, ഒരു പെങ്കൊച്ചിന് വിളിക്കാനോ, ഒരു പെങ്കൊച്ചിന് മെസ്സേജ് അയക്കാൻ പോകാനോ അങ്ങനെ ഒരിക്കലും നിന്നിട്ടില്ല. ഞാൻ ഇവളെ കല്യാണം കഴിച്ച അന്ന് തൊട്ട് ഞാൻ ഒരു പെങ്കൊച്ചിന് മുഖത്ത് നോക്കിയിട്ടില്ല. സത്യം പറയും, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും അറിയാം, എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും അറിയാം. ഇവൾക്കറിയും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരു മനുഷ്യന് ഒരു പെങ്കൊച്ചിന് മുഖത്ത് നോക്കിയിട്ടില്ല, സംസാരിക്കാൻ നിന്നിട്ടില്ല. അത് അത്രയും ഗ്യാരണ്ടിയും തരിക എല്ലാവർക്കും ഞാൻ. പക്ഷെ ഇവളങ്ങനല്ല. ഇവിടെ എല്ലാ ആളുകളും സംസാരിക്കുക, എല്ലാ ആളുകളും വിളിക്കും, മെസ്സേജ് ചെയ്യും. അതൊന്ന്. ഞാൻ പിന്നെ തിരിച്ച് വെള്ളത്തേക്ക് പോയി സംസാരിച്ചു, ഓക്കെ ആയി, പിന്നെ ജീവിച്ചു. പിന്നെ ഇതേമാതിരി ഓരോ പ്രശ്നങ്ങൾ, ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെയും പിടിച്ചു. പിന്നെ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. അവിടെ നിൽക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ വരിക. അപ്പോൾ എൻ്റെ നാട്ടിൽ ഇനി പ്രശ്നം ഉണ്ടാവില്ലല്ലോ. എൻ്റെ നാട്ടിൽ കൊണ്ടുവന്നു. ഇവിടെ നിന്ന ടൈമിൽ അമ്മയുടെ എന്തോ ഞാൻ ആ സമയത്ത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ മലയ്ക്ക് മാളിട്ട് ടൈമായിരുന്നു. അപ്പോൾ അമ്മയുടെ എന്തോ പ്രശ്നം, ഒരു ഡോഗിന് വാങ്ങിയത് വീട്ടിൽ. അപ്പോൾ ഡോഗിനെ സ്മെല്ല് അമ്മയ്ക്ക് പറ്റില്ല. വീട്ടിലകത്ത് മൊത്തം ഡോഗ് നടക്കുമ്പോൾ മൂത്ത് ഒഴിച്ച് നടക്കുന്നത് ഡോഗ്. അപ്പോൾ ഈ നമ്മളെ ഉമ്മറ പറയുമ്പോൾ തന്നെ ടൈലല്ല, മറ്റേ ചന്ദ്രൻ ഇട്ടിരിക്കുന്നത് റെഡ്. അപ്പോൾ ഈ ഡോഗിൻ്റെ മൂത്രം പറയുമ്പോൾ തന്നെ അവിടെ പാട് വരുമ്പോൾ നമുക്ക് പാട് വരും അവിടെ. അപ്പം അങ്ങനെ ഒരു ഭയങ്കര വൃത്തിയില്ലാണ്ടായി റൂമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഡോഗിന് കൂട് വാങ്ങി. ഞാൻ ചെങ്ങായിൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ തിരുവാരി ആക്കുന്ന ഫ്രണ്ടിൻ്റെ കൂട് വാങ്ങി. എനിക്ക് കൂട് കിട്ടിയപ്പോൾ കൂട്ടിലിട്ട് വളർത്താൻ തുടങ്ങി. അപ്പോൾ അത് മാലയിട്ട് ടൈമാണത്. അപ്പോൾ നമ്മൾ ഡോഗിനെ വളർത്തണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്ടമല്ല ഫുഡ് കൊടുക്കണം. അപ്പോൾ ഓള് മീൻ ഇറച്ചി കൊടുക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കഴിക്കണില്ലല്ലോ, ഓള് പുറത്തുനിന്ന് കഴിക്കണത്. അപ്പോൾ അത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ മാല ഇട്ട് കഴിഞ്ഞാൽ ഒരു വൃത്തി വേണമല്ലോ, ഒരു വിശ്വാസം കാര്യം നമുക്ക് വേണം, വളർത്തിനല്ലേ. അപ്പം അമ്മ ചൂടായി, അതുകൊണ്ട് പറ്റിയില്ല, ഭയങ്കര പ്രശ്നങ്ങളായി അവിടെ. ആ സമയത്ത് എനിക്കൊരു കാർഡുണ്ട്, വൻകാർഡ് സംഭവമുണ്ട്, ക്രെഡിറ്റ് അതിന് മുന്നേ എടുത്ത ക്രെഡിറ്റ് കാർഡായിരുന്നു. ഇവൾക്ക് ഞാൻ ഒരു മാലി വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു കമ്മലോ മോതിരം എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു സമയത്തൊക്കെ. ഇവളാ സമയത്ത് ഭയങ്കര പ്രശ്നമാക്കി, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇവളെങ്ങനെ പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഒരു വാടക കൂടെ നോക്കി. ഒരു വാടക കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഭാര്യയും ഭർത്താവായി ജീവിക്കുന്നവർക്ക് അറിയാം ഒരു വാടക വീട് എടുത്ത് എത്ര കാര്യം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വേണമെന്ന്. നമ്മൾ വീട് മാത്രം എടുത്താൽ പോരാ, ആ വീട്ടിലെല്ലാ കാര്യങ്ങൾ വേണം. വീട്ടിൽ ഉപ്പും മുളകും വേണം, കട്ടിൽ കാര്യങ്ങൾ, വീട്ടിലെല്ലാ സംഭവം നമ്മൾ വാങ്ങി വെക്കണം. അതുകൊണ്ട് ഞാൻ എന്തെട്ടി എല്ലാ സാധനങ്ങളും ഒരു വാടക വീട് എടുത്തിട്ട് ആ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങി. ഒരു ഉപ്പ് തൊട്ട് കരിപ്പുറ വരെ ഞാൻ മൊത്തം വാങ്ങിക്കണം. ഞാൻ ഒരു മാസം കഴിഞ്ഞ പോലെ എല്ലാ സാധനവും വീട്ടിലേക്ക് വാങ്ങിക്കണം. ഞാൻ അത് കഴിഞ്ഞ് വാങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവള് ഓരോ കുറ്റം കുറവുകളും വീടിന് പറ്റി പറഞ്ഞു. അവളെ അമ്മ പറഞ്ഞു, അവളെ അമ്മയും അവൾ തന്നെ പറഞ്ഞു ആ വീടിന് ഐശ്വര്യമില്ല, അങ്ങനെയാണെങ്കിൽ ഞാണ്ട് വീട് പിന്നെയും മാറി. ഒരു വീട് മാറാൻ അത്ര വലിയ ടാസ്ക്കൊന്നുമല്ല. ഒരു വാടക വീട്ടിലേക്ക് വേറെ വാടക വീട്ടിലേക്ക് മാറാൻ ഭയങ്കര ടാസ്ക്കാണിത്. അങ്ങനെ എൻ്റെ പട്ടിക്കൂടെ അവിടെ ഞാൻ വെച്ച് പോന്നു. വേറെ ഒന്നുമില്ല, പൈസ ഇല്ല കയ്യിൽ. ഞാൻ അവിടുന്ന് വാടക വീട്ട് വേറെ നോക്കിയപ്പോൾ പെരിന്തൽമണ്ണ വെച്ചാൽ കൊപ്പം കട്ടുപ്പാറ എൻ്റെ ഫ്രണ്ടിൻ്റെ നാടാണത്. ഞാൻ ഈ വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് അവിടെ ഉണ്ട്. ഓരോ ഗേൾഫ്രണ്ട് വാടക നോക്കി ഒരു ക്വാർട്ടേഴ്സ് വാടക എടുത്ത് ഈ നിലമ്പൂർ കിടക്കുന്ന ലഗേജ് മൊത്തം എനിക്ക് വണ്ടിൻ്റെ ഗുഡ്സ് ഉണ്ട്. ഞാൻ ആ ഗുഡ്സിൽ കൊണ്ടുവന്നു, കൊണ്ട് ഇറക്കിയിട്ട് എന്താ വെച്ച് ഞാൻ
താമസം തുടങ്ങി അവിടെ. പിന്നെ 2 പേർക്ക് ജോലി വേണം ഇനി വാടകയ്ക്ക് പോകുമ്പോൾ. ഞാൻ അവളെ പെരുന്തവന്ന ജോലിക്കാക്കി. അസ്ലാസ് എന്തോ ഷോപ്പിൻ്റെ പേര്, അറ്റ്ലസ് അങ്ങനെ എന്തോ ഷോപ്പിൻ്റെ പേര് പെരുന്തവന്ന അറ്റ്ലസ് ഷോപ്പാണ്, തുണി ഷോപ്പാണ് കേട്ടോ. അറ്റ്ലറ്റ്സ് അങ്ങനെ എന്തോ ഈ പേര് പെട്ടെന്ന് തൊള്ള കിട്ടണിലേക്ക്. ഞങ്ങൾ ജോലി സ്ഥലത്ത് അവിടെ ജോലിക്കാക്കി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവളെ കൊണ്ടുവരാൻ പോക്കുണ്ടായിരുന്നു. നൈറ്റ് ആകുമ്പോൾ എനിക്ക് ചില സമയത്ത് പറ്റില്ല, മീൻ വിൽക്കാൻ പോവല്ലേ. ആ ടൈമിൽ ഇവള് അവിടെ നിൽക്കുന്ന പയ്യനായിട്ട് ഭയങ്കര ചാറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രിങ്ക്സ് അടിക്കും, ഞാൻ മദ്യം കുടിക്കണം. അപ്പോൾ അതേ അവൾക്ക് ഞാൻ കൊടുക്കും. നമ്മൾ കമ്പനി പ്രൈസിലാണ് അടിക്കുന്നത്. ഒരു ഭാര്യ ഭർത്താവിന് ലെവലിൽ ഞങ്ങൾ ജീവിക്കുന്നില്ല, ഞങ്ങൾ ഒരു ഫ്രണ്ട്സ് ലെവലിൽ ഞങ്ങൾ ജീവിക്കുന്നത്. അത്ര ഫ്രീഡം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്മോൾ അടിക്കുമ്പോൾ അവൾക്ക് ഞാൻ കൊടുക്കും. അപ്പോൾ എൻ്റെ നിന്ന് ഒരു സ്മോൾ വാങ്ങിയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി മദ്യം കുടിക്കുമ്പോഴാണ് ഇവൾക്ക് ഞാൻ കൊടുക്കുന്നത്. ഇവൾ വാങ്ങിയിട്ട് നേരെ അടക്കള പോയിട്ട് ഈ ചെക്കിന് ഫോട്ടോ അയച്ചു കൊടുത്ത് ഇവനെ വീഡിയോ കോൾ ചെയ്ത് അത് കഴിഞ്ഞ ക്ലാസ് കൊണ്ടുവന്ന്. ഈ സമയം നമുക്കറിയില്ല. ഞങ്ങൾ അടിച്ച് എല്ലാം കഴിഞ്ഞ് ഇവരുടെ റൂമിൽ പോയി ഞാൻ അവിടെ കിടക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ ഫോൺ എടുത്തപ്പോണ്ട് ഒരു മെസ്സേജ് കണ്ടു. ആ ഫോൺ വാങ്ങിയപ്പോൾ തന്നെ ആകെ റൂമിൽ മൊത്തം അലമ്പായിരുന്നു. ഫോണൊക്കെ വാങ്ങി ഞാൻ ചെക്ക് ചെയ്തപ്പോണ്ട് ഇവനെ ചാറ്റിങ് ആയിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് എങ്ങനെ സമയം ഇവനായിട്ട് മിണ്ടാൻ സംസാരിക്കാനൊക്കെ? നീ ഫോൺ കൊണ്ട് ഓഫാക്കി നീ കൊണ്ടുവയ്ക്കില്ലേ, പിന്നെ എങ്ങനെയായിട്ട് നമുക്ക് സംസാരിക്കാനും മെസ്സേജ് പറ്റുന്നു തന്നെ? നീ എങ്ങനെ ഇൻസ്റ്റാൾ കൊടുത്തു വേണേ? എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് അറിയില്ലേ. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായി. അവിടെ പിടിച്ച് കയറി. ഫ്രണ്ടാണ് തേങ്ങ മാങ്ങാന്ന് ഭയങ്കര കയറി. പക്ഷെ ഞാൻ വിചാരിച്ച ഓണല്ല കേട്ടോ, വേറെ ഒരുത്തനെ വിചാരിച്ചത്. ഓള് വർഷങ്ങളായിട്ട് വേറെ ചെക്കനെ ചാറ്റിങ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഓനാമെന്ന് വിചാരിച്ചത്, പക്ഷെ ഓനല്ല. കിട്ടിയത് വേറെ ആളിനാക്കി കേട്ടോ. അങ്ങനെ ജോലി ഞാൻ അവൻ നിർത്തിക്കുന്ന വഴിയൊക്കെ നോക്കി നിർത്തിച്ചു. പ്രശ്നങ്ങളായി. വാടക വീട്ടിൽ ഭയങ്കര പ്രശ്നമായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അവളെ ജോലി നഷ്ടപ്പെടാൻ വേണ്ടി അവിടെ നിന്ന് ഇറക്കി വിട്ടു. നേരെ ഓളെ വീട്ടിൽ പോയിട്ട് ഓളെ അമ്മേനെ കൂട്ടി നേരെ ഇവിടെ വന്ന് ജോലിക്ക് പിന്നെയും കയറി. അതിക്ക് വീണ്ടും പ്രശ്നങ്ങളായി. ഞാൻ ആ ചെക്കന്മാരെല്ലാം കൂട്ടി അവിടെ പോയി പ്രശ്നങ്ങളാക്കി ഓളെ ജോലി നിന്ന് ഒഴിവാക്കി. പിന്നെ ഓള് തിരിച്ച് എൻ്റെ റൂമിക്കനെ വന്നു. അപ്പോൾ നാട്ടിലെല്ലാം പറഞ്ഞു, ഇനി പ്രശ്നങ്ങളാക്കണം, നീ ഓളെ കൈയോടെ വീട്ടിൽ ആക്കി കൊടുക്കുക, ഇനി ഓളെ ഒറ്റയ്ക്ക് വിടണ്ടായിരുന്നു. ഞാൻ ഓളെ വീട്ടിൽ കൈയോടെ ആക്കി കൊടുത്തപ്പോൾ ഫോൺ നോക്കിയോളൂ മനസ്സ് പിന്നെയോ എൻ്റെ അലിയിച്ചു. പിന്നെ എൻ്റെ മനസ്സ് അലിയിച്ചിട്ട് പിന്നെ ഓളെ എൻ്റെ വീട്ടിൽ നിർത്തി. നമുക്കൊരു മനുഷ്യനാണ്, ക്ഷമയുടെ അത്രയും ക്ഷമിച്ചിരിക്കണേ. ഞാൻ അത്രയും വിട്ട് പോണ്ട ലെവലിൽ ഞാൻ ചേർത്തി പിടിച്ചിരുന്നോളാം. ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും, അത്രയും പ്രശ്നങ്ങൾ ഞാൻ തീർത്തിട്ടുണ്ട്. ഞാൻ അന്യായ പ്രശ്നം തീർത്തിട്ടുണ്ട്. ഞാൻ എല്ലാവരും ഇനി എന്താണെന്നറിയോ, നിനക്ക് ഉളുപ്പും നാണുണ്ടെങ്കിൽ ലോകത്തിൻ്റെ പെണ്ണില്ലാത്തതുകൊണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ നീ പോണത്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടും നീ ഇവളെ ബാക്കിൽ പോവുകയാണെങ്കിൽ എന്തിനാ പോകണമെങ്കിൽ, എന്ത് കണ്ടവൾ പോണത്? ഇവൾക്ക് നിന്നോട് ഒരു സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം ഈ ഒഴിവാക്കി വിടുകയാണ്. എൻ്റെ ഏട്ടന്മാരും പെരക്കാരും എല്ലാവരും ഭയങ്കര നോങ്ങായി സംസാരിച്ചു. ഞാൻ അപ്പോഴൊക്കെ എനിക്ക് ഇവളോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇവളെ ചേർത്തി ഞാൻ നിന്നു. കൈ വിട്ടുകൊടുക്കില്ല വേണ്ട, ഞാൻ ചേർത്തി അവിടെ കൈ പിടിച്ചു നിന്നു അവിടെ. ഞാൻ എന്നിട്ട് ഇവിടെ എൻ്റെ സ്നേഹം മനസ്സിലാക്കിയിട്ടില്ല. അവൾ എൻ്റെ പൈസയും വണ്ടിയും കാര്യങ്ങളാണ് എൻ്റെ മോഹിച്ചു വന്നത്, സ്നേഹം മോഹിച്ചിട്ടില്ല അവള്. അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അവളെ ചേർത്തി പിടിക്കാനുണ്ടായിട്ടുള്ളൂ, ഒഴിവാക്കാൻ ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ തിരിച്ച് അത്ര പ്രശ്നങ്ങളൊക്കെ ആയി. എന്താ പറയുക, ഞാൻ അവളെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി കൊടുത്തു. അവിടെ പിന്നെ എന്നെ നിർത്തിച്ചു. അവിടെ എൻ്റെ പെരുന്തമ്മ സാധനങ്ങൾ മൊത്തം അവളെ വീട്ടിൽ കൊണ്ടുവച്ചു. പിന്നെ കുറച്ച് മാസമായി പിന്നെ വേറെ എടുത്ത ചാറ്റിങ്. ഗൈസ് കേൾക്കണം, നമ്മൾ ഒരുപാട് നമ്മൾ സഹിച്ചു ജീവിച്ചു. ഇനിയും ജീവിക്കാൻ എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ മനസ്സുകൊണ്ടേക്ക് ചടച്ചു. ഓളെയും ഓളെ ഫാമിലി മനസ്സുകൊണ്ടേക്ക് വെറുത്തു. ഒരു മനുഷ്യനെ ദ്രോഹിപ്പിക്കുക പറയുമ്പോൾ തന്നെ ഒരു പരിധി ഉണ്ട്. നമ്മളെ കത്തിയെടുത്ത് കൈ മുറിക്കുകയാണെങ്കിൽ സ്റ്റിച്ചിടാൻ പറ്റും. ശരി, ഇങ്ങനെ കുത്തുമ്പോൾ നമുക്ക് അത്രയും വേദന മനസ്സിലുണ്ട്. അത്ര ഇഷ്ടപ്പെട്ട് പോയി അവളേക്ക്. ശരി, അത്രേൻ്റെ ചങ്കിലിരുന്ന് അവൾ കുത്തിയോട് പിന്നെ ഇരിക്കണത്. വീണ്ടും ചെക്കനായി ചാറ്റിങ്ങും വീണ്ടും ആ ചെക്കനായിട്ട് കറങ്ങാൻ പോക്കൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി ഇനി അവളിപ്പോൾ ജീവിച്ചത് കാര്യമില്ല എന്ന് മനസ്സിലായി. സത്യം പറയാം, അത്രയും ലോക്കായി. അന്യായ ഒരു ജീവിതമായി പോയി എൻ്റെ ജീവിതം. സത്യം പറയുകയാണെങ്കിൽ ഞാൻ സമയത്ത് ആ രാത്രി തന്നെ ഇറങ്ങി അവളെ വീട്ടിൽ നിന്ന്. ഇത്ര പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടും ഞാൻ അവളെ ജീവിക്കാൻ പോയിട്ടും അവൾ വീണ്ടും
ഓരോ ചെക്കന്മാരുടെ ബാക്കിൽ പോവുക പറയുമ്പോൾ തന്നെ ഒരു മനുഷ്യന് പരിധി ഉണ്ട്. വീണ്ടും ഇവളെന്തിനാ വേറെ ചെക്കന്മാർക്ക് പോകണമെനിക്ക് അറിയില്ല കേട്ടോ. ഒരു ഫാമിലി ആകുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും, ഒരു ഭർത്താവും ഭാര്യയും പല പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ആ പ്രശ്നം തീർക്കാൻ വേണ്ടി വേറെ ചെക്കന്മാർക്ക് പോകാൻ എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് വേറെ ചെക്കത്തേക്ക് പോകാൻ എനിക്കറിയില്ല. വെച്ചാൽ ഒരു ഭാര്യയും ഭർത്താവ് പറയുമ്പോൾ എന്തായാലും കടുക് പൊട്ടും. അത് സ്വാഭാവികമായിട്ട് എല്ലാ സ്ഥലത്തും ഉള്ള സംഭവമാണിത്. പ്രശ്നങ്ങളില്ലാത്ത വീടുകളൊന്നുമില്ല, ഒരുപാട് സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വേറെ ചെക്കന്മാർ തീരെ പോയിട്ട് ഭാര്യമാർ ആണോ അത് നമ്മൾ സോൾവ് ആക്കാനല്ലേ നോക്കുന്നത് മെയിനായിട്ട് നമ്മൾ അല്ലേ. അത് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവളെന്ത് പഠിച്ചിരിക്കാറില്ല കേട്ടോ. ഇവളെന്തിട്ട് മെയിനായിട്ട് ഭയങ്കര ചാറ്റിങ് വേറെ പയ്യനാണ്. ഫോർമാൽ വർക്കുന്ന പയ്യനായിരുന്നു. ഫോർമാൽ ഞാൻ ഇപ്പം നിൽക്കുന്ന ഫോർമാലാണ്. ഇവിടെ നിൽക്കുന്ന പയ്യനായിട്ട് ഭയങ്കര ചാറ്റിങ്ങും. ഇവിടെ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര വിളിയും ഞാനൊക്കെ ഉണ്ടായി, കറങ്ങാൻ പോക്കുണ്ടായിരുന്നു, അമ്പലത്തിൽ പോക്കുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഈ കല്ലൂരിൽ നിൽക്കുന്നത് ഒരു ഹോസ്റ്റലിൽ നോക്കി അവിടെ നിന്നു. അവിടെ നിന്ന് ഞാൻ ഒരു ബൈക്ക് എടുത്തിട്ട് സൊമാറ്റോ സ്വിഗ്ഗി ഓടി. അങ്ങനെ കുറേ അവിടെ ഓടി. അവിടെ നിന്ന് ഞാൻ വേറെ ജോലിക്ക് കയറി. ഞാൻ ബന്ധം ഒഴിവാക്കി. ലീഗലേ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഡൈവോഴ്സ് കിട്ടിയാൽ മാത്രം കല്യാണം ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ അമ്പലത്തിൻ്റെ തെളിവ് മാത്രമേ ഉള്ളൂ. അത് പിന്നെ അതൊന്നും രേഖയില്ല. പിന്നെ നമ്മൾ വേറൊരു പെൺകോച്ചിനെ ഇനി നോക്കുക പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ തെളിവ് വേണം. അപ്പോൾ എല്ലാവരും പറഞ്ഞൊരു വഴിയായിരുന്നു, നീ ഒരു കാര്യം ചെയ്യും, ഒരു മുദ്ര പേപ്പർ വാങ്ങിയിട്ട് ഇവിടെ സൈൻ വാങ്ങുക, ഞാനോളും ഇനി ഇവിടെ തൊട്ട് ബന്ധം ഇല്ല, അങ്ങനെ ഒരു രേഖ ഇവിടെ കയ്യിൽ നിന്ന് വാങ്ങിട്ട് കൊടുക്കും. അങ്ങനെ ചെയ്തു. ഞാൻ ഞങ്ങളിപ്പോൾ ലീഗലൈസേഷനിൽ ഒഴിവായി. ഓളോളെ വൈകി ജീവിക്കുന്നു, എൻ്റെ വൈകി ജീവിക്കുന്നു. അവൾക്ക് വേറെ ആളുണ്ട്, എനിക്കറിയില്ല. പക്ഷേ വേറൊരു പയ്യനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ഒരു പയ്യനായിട്ട് ചാറ്റിങ്ങും കറങ്ങൊക്കെ ഉണ്ടാകുമല്ലോ, ആ പയ്യനായിട്ടിൽ ഫുള്ളും കറക്കാനവൾ വിളി കാര്യങ്ങളും വീഡിയോ കോളും. ഇടയ്ക്ക് ഫോർമാൽ വെള്ളം ഇവിടെ ഫോർമാൽ വെള്ളമുണ്ട്. ഞാൻ ഇടയ്ക്ക് കാണാനൊക്കെ ഉണ്ട്. ഞാൻ മെയിൻ്റെ വെക്കണമെന്നില്ല. എന്തെങ്കിലും മെയിൻ വെക്കണം. നമ്മളാരും ഇല്ലത്, എൻ്റെ ഭാര്യ അല്ലല്ലോ. ഇനി ഞാൻ എന്തെങ്കിലും മെയിൻ വെക്കണത് എൻ്റെ ഫ്രണ്ടും അല്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒഴിവാക്കി വിട്ടു. ഹാപ്പിയാണ് മനസ്സിൽ. ശരിക്കും ഭയങ്കര വിഷമം എന്താ അറിയോ, വേറെ പെണ്ണ് കെട്ടാൻ വേറെ കല്യാണം നോക്കിക്കഴിഞ്ഞാൽ അവിടെ രണ്ടാം കെട്ടെന്ന് മാത്രമേക്ക് പേര് വന്നല്ലോ പോകാനെ. അത് മാത്രമേ ഇറങ്ങാറുള്ളൂ മനസ്സിൽ. എൻ്റെ ഫാമിലിയിൽ ഒരു പെണ്ണ് കാണാൻ പോയി, അത് ഓക്കെ ആയതായിരുന്നു. അതാരോ പറഞ്ഞ് മുടക്കി. എന്ത് പറഞ്ഞ് മുടക്കി എനിക്കറിയില്ല കേട്ടോ. പാലക്കാട് നിൽക്കുന്ന പെങ്കൊച്ചിന് ഞങ്ങൾ ഉറപ്പിച്ചിട്ടായിരുന്നു. അതാരോ പറഞ്ഞ് മുടക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു പെങ്കൊച്ചിന് നോക്കി വെച്ചായിരുന്നു. പക്ഷെ അത് ഓക്കെ ആയില്ല. അത് വേറെ ആൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പാലക്കാട് ഓക്കെ ആയിരുന്നു, പക്ഷെ അത് മുടക്കിയായിരുന്നു. കുഴപ്പമില്ല, മുടക്കിക്കോട്ടെ, വിഷയമൊന്നുമില്ല. നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ലോകത്ത് പെണ്ണില്ലാത്ത പ്രശ്നം, പെണ്ണുണ്ടെങ്കിൽ മാത്രം ജീവിക്കാൻ പറ്റുമൊന്നുമില്ലല്ലോ. നമുക്കൊക്കെ ജീവിക്കാൻ പറ്റൂലേ. ഞാനിപ്പോൾ ഇറങ്ങത്ത് ഉറക്കിയത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. സങ്കടം എന്താ വെച്ചാൽ വേറെ പെണ്ണ് നോക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ രണ്ടാം കെട്ട് പറയുമ്പോൾ തന്നെ കൈ മലത്ത് എല്ലാവരും. എനിക്കറിയില്ല ഇനി അങ്ങനെ ജീവിക്കണമെന്ന്. ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പകുതി കടം ഞാൻ വീട്ടി. ഇപ്പം ഞാൻ അടിയിൽ പോയിരിക്കുകയാണ്. എല്ലാവർക്കും ഞാൻ പൈസ കൊടുക്കാറുണ്ട്. ശരി, ഞാൻ അത്രയും കിടക്കാനാണ് ഇപ്പോൾ. കുറച്ച് കടങ്ങൾ വീട്ടിലുണ്ട്. എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെ പോയി. സത്യം പറയുകയാണെങ്കിൽ ഞാൻ കളിപ്പിച്ചുകൂടി ചെയ്യപ്പെടുള്ളത്. എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ മോശമായ അവസ്ഥ. ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇതെൻ്റെ ലൈഫ് ഗൈസ്, മനസ്സിലായോ? ഞാനിത് കുറേ ആയി പറഞ്ഞു ചോദിക്കുന്നത്, എനിക്ക് പറയാൻ കിട്ടുന്നില്ല. നമ്മൾ വീഡിയോ ഓണാക്കുമ്പോൾ തന്നെ വാക്കുകൾ കുറേ മറന്നു പോവാണ്. പറയാൻ പറ്റില്ല, നമുക്ക് പറയാൻ കിട്ടുന്നില്ല വാക്കുകളൊക്കെ. എങ്ങനെ പറയണം, എങ്ങനെ തുടങ്ങണം നമുക്ക് അറിയില്ല. ഇതെൻ്റെ ലൈഫ് സത്യം പറയുകയാണെങ്കിൽ. ക്ഷമ ഉണ്ടെങ്കിൽ എല്ലാവരും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് കമൻ്റ് അടിക്കുക, മെസ്സേജ് അയക്കുക. പിന്നെ സിംഗിളാണ്. പക്ഷേ ലൈഫിൽ ഒരു പെൺകുട്ടിയില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, എനിക്കറിയാം. എൻ്റെ അനിയൻ കല്യാണം കഴിക്കാൻ നടക്കുകയാണ്. എൻ്റെ പെങ്ങളെ കെട്ടിച്ചു വിട്ടാണ്. അപ്പോൾ എൻ്റെ അനിയൻ കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ കെട്ടണം. അപ്പോൾ ഞാൻ രണ്ടാം കെട്ടുകാന്നാണ്. പക്ഷേ ലീഗലെ കല്യാണം കഴിച്ചിട്ടില്ല, പ്രേമിച്ച് കല്യാണം കഴിച്ചാണ്. ലീഗലെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ രണ്ടാം കെട്ടാവും. പക്ഷേ ലീഗലെ കല്യാണം കഴിച്ചിട്ടില്ല. എന്നാലും എൻ്റെ ഒരു 2-3 വർഷം ഒരു പെൺകൊച്ചിൻ്റെ ലൈഫിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ രണ്ടാം കെട്ടുകാന്നാണ്. ഈ രണ്ടാം കെട്ടിന് സമ്മതം ഉണ്ട്. ആരായാലും നല്ല പെൺകൊച്ചാണെങ്കിൽ ഞാൻ സ്വീകരിക്കും. ജീവിക്കാൻ ഉറപ്പുണ്ടെങ്കിൽ, പക്ഷേ ജീവിക്കാൻ സമ്മതമാണെങ്കിൽ നല്ലപോലെ. ഈ മറ്റേ അലമ്പായി ജീവിക്കാനാണെങ്കിൽ എൻ്റെ ഇപ്പോൾ ജീവിച്ചിട്ട് കാര്യമില്ല. എനിക്ക് സമ്മതമില്ല. ഒന്നാമത്തെ എൻ്റെ ജീവിതം കട്ട പോകാൻ അവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പോൾ.
നല്ലപ്പോൾ ജീവിക്കാൻ പറ്റിയ പെങ്കൊച്ചാണെങ്കിൽ, ഹാപ്പി ജീവിക്കാൻ പറ്റിയ പെങ്കൊച്ചാണെങ്കിൽ എന്നെയും എൻ്റെ ഫാമിലിയും ആ പെങ്കൊച്ചിനെ ഞാൻ നോക്കും. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ പോരാ. 24 വയസ്സായിട്ടല്ലോ, അതുകൊണ്ട് ആർക്കായാലും പോരാ, നല്ല പെൺകുട്ടിനെ മാത്രം. ഓക്കെ, ഞാൻ അത്രയും പറയുന്നുള്ളൂ. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ പെണ്ണ് നോക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞപ്പോൾ നോക്കണ്ട. പക്ഷേ വേണമെന്നല്ല, എൻ്റെ അമ്മയ്ക്ക് ആരും നെഗറ്റീവ് പറഞ്ഞു കൊടുത്തിരുന്നത്. നിങ്ങളെ മോളാണെങ്കിൽ 2 കെട്ടുകൾ കൊടുക്കുമെന്ന് ആരോ പറഞ്ഞു കൊടുത്തു. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഫീലിംഗ് ആയത്. ഒരു അമ്മമാർ കേൾക്കാത്ത വാക്കുകളാണ് കേൾക്കുന്നത്. ഈ 2 കെട്ട് തന്നെ എന്ത് കുറവുള്ളത്? ഞാൻ സത്യം പറയാം, എന്ത് കുറവുള്ളത്? പെണ്ണുകളുടെ കുറവുകൊണ്ട് പെണ്ണുകൾ ഒഴിവാക്കിയതാണോ തെറ്റ് നമ്മളെ മേത്ത് ഉള്ളത്? പെണ്ണുകൾ മോശമായി വഴിക്ക് പോയിട്ട് ആ പെണ്ണിനെ നമ്മൾ ഒഴിവാക്കിയതാണ് തെറ്റ്. അതാണ് നമുക്കുള്ള തെറ്റ് പറ്റുന്നത് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ മെയിനായിട്ട് എന്ത് കുറവാണ് അത് ഞാനിന്ന് ആലോചിക്കണം. 2 കെട്ടിക്ക് എന്ത് കുറവുള്ളത് എനിക്കറിയില്ല സത്യം പറയുകയാണെങ്കിൽ കേട്ടോ. എന്താണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. എൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതിലൊക്കെ ആണെങ്കിൽ മാത്രം ലൈഫിൽ വന്നാൽ മതി, അല്ലെങ്കിൽ വേണ്ട. പെണ്ണില്ലാതെ ജീവിക്കാൻ പറ്റുന്ന നോക്കട്ടെ ഞാൻ എന്തായാലും. ഇത്തോളൂ ഗൈസ്, ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല ആരും. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും. ഒന്ന് ഇഷ്ടപ്പെട്ട മാത്രം. ഓക്കെ, ഇത്രേ ഉള്ളൂ പറയാനുള്ളത്. ഓണായിട്ട് പരിപാടിയൊന്നും ഉറപ്പായി എങ്ങനെയാണെന്ന് ഉറപ്പിച്ചിട്ടില്ല. വണ്ടി ഇറക്കണം. ഓണായിട്ട് കുറച്ച് കാര്യങ്ങൾക്ക് നമ്മൾ പ്ലാനിങ് ഉണ്ട്. ഞാൻ സമയമാകുമ്പോൾ വീഡിയോസ് എടുക്കുക. ഓണാവട്ടെ. അപ്പോൾ അടുത്ത വീഡിയോസ് ഓണാകുമ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. ഇത്രേ ഉള്ളൂ പറയാനുള്ളത്. ഒരുപാട് ചടപ്പിച്ചതിന് സോറി. ഓക്കെ.